ഹായ് ഫ്രണ്ട്സ്, സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രസന്നകുമാർ. ഡിവിഷണൽ അക്കൗണ്ടന്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് അക്കൗണ്ടൻസിയുടെ 30 ചോദ്യങ്ങൾക്ക് വേണ്ടി നമ്മളൊരു 10 ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്തിരുന്നു. അത് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിനെ ഒന്നുകൂടെ നമുക്കൊന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ 10 ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ അതിനകത്ത് ഹൈലൈറ്റ്സ് ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്കൊന്ന് പ്രസന്റ് ചെയ്യുകയാണ്. കേവലം 1 മണിക്കൂർ കൊണ്ട് ആ 10 ചാപ്റ്ററിൽ വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും കാണണം. നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമുക്ക് ആരംഭിക്കാം. ഇവിടെ നമ്മൾ ഇൻട്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എലിമെന്ററി ബുക്ക് കീപ്പിംഗുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ആ എലിമെന്ററിയായി ബന്ധപ്പെട്ട കേസിൽ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്, അക്കൗണ്ടിങ് എന്തായിരുന്നു എന്നാണ് ചോദിച്ചത്. ഈ അക്കൗണ്ടിങ് തുടങ്ങിയത് ഒരു ലൂക്കോ പാസിയോളി എന്ന് പറയുന്ന ആളിന്റെ ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾസിന്റെ പുസ്തകത്തിന്റെ സൂചന അനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ ഡബിൾ എൻട്രി പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് അക്കൗണ്ടൻസിയുടെ പിതാവ് എന്ന് പറയുന്നത് ലൂക്കോ പാസിയോളിയാണ്. അപ്പോൾ ലൂക്കോ പാസിയോളി എന്ന് പറയുന്ന വ്യക്തിയാണ് അക്കൗണ്ടിങ്ങിന്റെ പിതാവ് എന്ന് പറയുന്നത്, മോഡേൺ അക്കൗണ്ടിങ്ങിന്റെ പിതാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അക്കൗണ്ടിങ് എന്ന് പറയുന്ന യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി ഉള്ളതാണെന്ന് ഞാൻ പറഞ്ഞു. ലോകം മൊത്തവും ഇത് പഠിക്കുന്ന ഒരു സംഭവമായതുകൊണ്ട് ഇതിന് അതിൻ്റെതായ ചില ബേസിക് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പോൾ ആ പ്രിൻസിപ്പിൾസ് നമുക്ക് അറിയണമെങ്കിൽ തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞിരിക്കുന്ന അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് പഠിക്കണം. ആ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഈ ബുക്ക് കീപ്പിംഗിന്റെ ശരിക്കുമുള്ള അഡ്വാൻസ് സ്റ്റേജാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ബുക്ക് കീപ്പിംഗ് ചെയ്യുന്നത് ഒരു ബുക്ക് കീപ്പറാണ്, അക്കൗണ്ടിങ് ചെയ്യുന്നത് എന്ന് പറയുന്നത് അക്കൗണ്ടന്റ് ആണ്. അപ്പോൾ എവിടെയാണ് അക്കൗണ്ടിങ് ആരംഭിക്കുന്നത്? അക്കൗണ്ടിങ് സ്റ്റാർട്ട് വെൻ ബുക്ക് കീപ്പിംഗ് എൻഡ്സ് എന്നാണ്. ബുക്ക് കീപ്പിംഗ് എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അക്കൗണ്ടിങ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ബിസിനസിന്റെ ഭാഷയെ വിളിക്കുന്ന പേര് അക്കൗണ്ടിംഗ് എന്നാണ്. ഈ അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ഭാഷയെ സംബന്ധിച്ച് നമുക്കറിയാം, ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇന്നും ഇന്നലെ ഡെവലപ്പ് ചെയ്തതല്ല. അപ്പോൾ അതിന് ചില അക്കൗണ്ടിംഗ് ഡെവലപ്പ് ചെയ്തത് ചില കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസിന്റെ ബേസിലാണ്. അപ്പോൾ അക്കൗണ്ടിംഗ് ഡെവലപ്പ് ചെയ്ത് ത്രൂ സർട്ടൺ ട്രഡീഷൻസ് ആൻഡ് കസ്റ്റംസ്. ആ ട്രഡീഷൻസ് ആൻഡ് കസ്റ്റംസിന് നമ്മൾ വിളിക്കുന്ന പേര് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്നാണ്. ആ പ്രിൻസിപ്പിൾസിന് ബേസിക്കായിട്ട് പറയുന്ന ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ എന്നാണ്. അതിന്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്ന ഗ്യാപ്പ് എന്നാണ്. അപ്പൊ ഗ്യാപ്പിന്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചാൽ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്നാണ്. അപ്പൊ ഗ്യാപ്പ്, അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന ഡെവലപ്പ് ചെയ്തേക്കുന്നത് പല മെത്തേഡുകളിലൂടെയാണ്. അപ്പൊ ഈ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിന്റെ ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു, അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിന് നമുക്ക് പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ് ഉണ്ട്, അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, അതുപോലെ തന്നെ മോഡിഫൈയിങ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇതാണ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിനെ നമ്മൾ 4ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അത് ഏതൊക്കെയെന്ന് ചോദിച്ചപ്പോൾ അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ് ഉണ്ട്, അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, അതുപോലെ തന്നെ മോഡിഫൈയിങ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇതൊക്കെ ഞാൻ നിങ്ങളടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, സോ മോഡേൺ അക്കൗണ്ടിംഗ് ഈസ് ബേസ്ഡ് ഓൺ സർട്ടൻ ട്രഡീഷൻസ് ആൻഡ് കസ്റ്റംസ്. ഈ ട്രഡീഷൻസ് ആൻഡ് കസ്റ്റംസിനെ വിളിക്കുന്ന പേര് അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ് എന്നാണ്. അപ്പോൾ ഈ അക്കൗണ്ടിംഗ് കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് നമുക്കറിയേണ്ട എൻറ്റിറ്റി കോൺസെപ്റ്റാണ്. എന്താണ് ഈ എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ബിസിനസ് എന്ന് പറയുമ്പം അതിനകത്ത് ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് ട്രേഡറാണ്, ആ ബിസിനസ് ആരംഭിക്കുന്നത് ട്രേഡറാണ്. പക്ഷേ ബിസിനസ് വേറെയാണ്, ട്രേഡർ വേറെയാണ്. ദാറ്റ് മീൻസ് ബിസിനസ് ഹാസ് എ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് എപ്പാർട്ട് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. അതിന്റെ മെമ്പേഴ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബിസിനസ്സിനൊരു നിലനിൽപ്പുണ്ട്. അപ്പോൾ ആര് ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലും ശരി, ബിസിനസ് വേറെയാണ്, ആ ട്രേഡർ വേറെയാണ്. അതുകൊണ്ട് ആ കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് ഈ ക്യാപിറ്റൽ കൊണ്ടുവരുന്ന ട്രേഡറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ബിസിനസ്സിന് ക്യാപിറ്റൽ കടം കൊടുത്തു എന്നാണ്. അതുകൊണ്ട് തന്നെ ആ എൻറ്റിറ്റി കോൺസെപ്റ്റിന്റെ ബേസിൽ ക്യാപിറ്റൽ ലയബിലിറ്റിയാണ്. ക്യാപിറ്റൽ ഈസ് എ റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്. അത് റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ടാണ്, അത് പേഴ്സണൽ അക്കൗണ്ട് ഉദാഹരണമാണ്, ഒപ്പം തന്നെ അത് ലയബിലിറ്റിയുമാണ്. അത് എൻറ്റിറ്റി കോൺസെപ്റ്റിന്റെ ബേസിലാണ്. ഈ രണ്ടാമത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റാണ്. എന്താണ് ഈ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്? സോ അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ് എ ബിസിനസ് വിൽ കണ്ടിന്യൂ ഫോർ എ ലോങ് പീരീഡ്. ഒരു ബിസിനസ് ദീർഘകാലം നിലനിൽക്കുമെന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. അപ്പൊ ഈ കോൺസെപ്റ്റിനെയാണ് നമ്മൾ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇതിന്റെ ബേസിലാണ് അസറ്റിന്റെ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ ഈസ് ഓൺ ദ ബേസ് ഓഫ് ഡാഷ് കോൺസെപ്റ്റ് എന്ന് ചോദിച്ചാൽ അത് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിന്റെ ബേസിലാണ്. അതാണ് രണ്ടാമത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ഇനി മൂന്നാമത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഡ്യുവൽ ആസ്പെക്ട്സ് ആണ്. എന്താണ് ഈ ഡ്യുവൽ ആസ്പെക്ട്സ് കോൺസെപ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷന് 2 എലമെന്റുകളുണ്ട്, ഒരു ഡെബിറ്റ് എലമെന്റും ഒരു ക്രെഡിറ്റ് എലമെന്റും ഉണ്ട്.
അപ്പോൾ ഈ രണ്ട് എലമെന്റുകൾ രണ്ട് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ ഡ്യുവാലിറ്റി കോൺസെപ്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ട്രാൻസാക്ഷന്റെ രണ്ട് എലമെന്റുകൾ ഉള്ളത് കൊണ്ട് രണ്ട് എലമെന്റുകളെയും റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേര് ഡ്യുവാലിറ്റി കോൺസെപ്റ്റ് എന്നാണ്. അപ്പോൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്തേക്കുന്ന അക്കൗണ്ടിങ് ഇക്വേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്തേക്കുന്നത് ഈ പറഞ്ഞ ഡ്യുവാലിറ്റി കോൺസെപ്റ്റിന്റെ ബേസിലാണ്. അപ്പോൾ എന്താണ് അക്കൗണ്ടിങ്ങിന്റെ ഇക്വേഷൻ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അക്കൗണ്ടിങ്ങിന്റെ ഇക്വേഷൻ ഉണ്ട്. അക്കൗണ്ടിങ്ങിനകത്ത് അസറ്റ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റി എന്നാണ്. ആ ഇക്വിറ്റിയെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. അതാണ് ക്യാപിറ്റൽ പ്ലസ് ലൈബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അസറ്റ് മൈനസ് ലൈബിലിറ്റി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ. അസറ്റിൽ നിന്ന് ലൈബിലിറ്റി കുറച്ചാൽ നമുക്ക് ക്യാപിറ്റൽ കിട്ടും. അപ്പോൾ അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ 3 അക്കൗണ്ടിങ് ഇക്വേഷൻസ് ആണ് നമുക്ക് അറിയേണ്ടത്. അസറ്റ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റി, ദെൻ അസറ്റ് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ, ദെൻ അസറ്റ് മൈനസ് ലൈബിലിറ്റി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ. ഇതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. അപ്പോൾ ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തേക്കുന്നത് ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾസിന്റെ ബേസിലാണ്. അതുകൂടാതെ തന്നെ ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്തതും ഈ ഡ്യുവാലിറ്റി കോൺസെപ്റ്റിന്റെ ബേസിലാണ്. ഡ്യുവാലിറ്റി കോൺസെപ്റ്റിന്റെ ബേസിൽ അക്കൗണ്ടിങ് ഡബിൾ എൻട്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എവരി ട്രാൻസാക്ഷൻ ഹാസ് 2 ആസ്പെക്ട്സ്. എല്ലാ ട്രാൻസാക്ഷനും 2 എലമെന്റുകളുണ്ട്. ഈ 2 എലമെന്റുകളെ കൊണ്ടുവന്ന് 2 അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേര് ഡബിൾ എൻട്രി എന്നാണ്. അപ്പോൾ അതാണ് നമ്മൾ ആ കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഡ്യുവാലിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി 4ാമത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഫുൾ ഡിസ്ക്ലോഷറാണ്. എന്താണ് ഈ ഫുൾ ഡിസ്ക്ലോഷർ എന്ന് പറയുന്ന? വൈൽ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ആണ് സോ ദ അക്കൗണ്ടന്റ് മസ്റ്റ് ഡിസ്ക്ലോസ് ഓൾ ദ മെറ്റീരിയൽ ഫാക്ട്സ്. ഇവിടെ ഒന്നും ഒളിച്ചു വെക്കാൻ പാടില്ല. അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് അതിന്റെ അക്കൗണ്ടന്റ് അതുമായി ബന്ധപ്പെട്ട എല്ലാ മെറ്റീരിയൽ ഫാക്ടേഴ്സും എന്ത് ചെയ്യണം? ഡിസ്ക്ലോസ് ചെയ്യണം, തുറന്ന് കാണിക്കണം. അതിനെ വിളിക്കുന്ന പേര് മെറ്റീരിയാലിറ്റി അഥവാ ഫുൾ ഡിസ്ക്ലോഷർ എന്ന്. മെറ്റീരിയാലിറ്റി അഥവാ ഫുൾ ഡിസ്ക്ലോഷർ. അപ്പം നമുക്ക് എൻറ്റിറ്റി കോൺസെപ്റ്റായി, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റായി, ഡ്യുവാലിറ്റി കോൺസെപ്റ്റായി, ഇപ്പം നമ്മൾ പറഞ്ഞ ഫുൾ ഡിസ്ക്ലോഷർ അല്ലെങ്കിൽ മെറ്റീരിയാലിറ്റി ആയി. ഇനി അക്കൗണ്ടിങ് കൺവെൻഷൻസ് ഉണ്ട്. എന്താണ് അക്കൗണ്ടിങ് കൺസെപ്ഷൻസ് എന്ന് പറയുന്നത്? അല്ലെ, ഏതെങ്കിലും ഒരു വർഷം നമ്മൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നെങ്കിൽ അതേ പ്രിൻസിപ്പിൾ തന്നെ അടുത്ത വർഷങ്ങളിലും ഫോളോ ചെയ്യണം. സെയിം അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് തന്നെ നമ്മൾ അല്ലെങ്കിൽ മെത്തേഡ് തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്കറിയാം. ഇനി നമുക്ക് പ്രൂഡൻസ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. എന്താ ഈ പ്രൂഡൻസ് എന്ന് പറയുന്നത്? ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എക്സ്പെൻസ് എന്തെങ്കിലും അല്ലെങ്കിൽ നഷ്ടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ നഷ്ടം നമ്മൾ റെക്കോർഡ് ചെയ്യണം. ലാഭമുണ്ട് എങ്കിൽ ആ ലാഭം കിട്ടിയതിന് ശേഷം മാത്രമേ, റിയലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യാവൂ. ഈ കൺസെപ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൂഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിന്റെ ബേസിലാണ് എന്ത് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിങ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മണി മെഷർമെന്റ് കോൺസെപ്റ്റാണ്. എന്താണ് ഈ മണി മെഷർമെന്റ് കോൺസെപ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു ട്രാൻസാക്ഷൻ വന്നാലും ശരി അത് റെക്കോർഡ് ചെയ്യുന്നത് പൈസയുടെ മൂല്യത്തിലാണ്. മണി മാറ്റേഴ്സിൽ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെ വിളിക്കുന്ന പേര് മണി മെഷർമെന്റ് കോൺസെപ്റ്റ് എന്നാണ്. അതോടൊപ്പം തന്നെ എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് ചോദിച്ചാൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്. അപ്പോൾ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഓരോ വർഷവും അവർ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്യും. അവർ അക്കൗണ്ടിങ് എങ്ങനെ ചെയ്യണം, അക്കൗണ്ടിങ്ങിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന്റെ ഓരോ വർഷവും അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പബ്ലിഷ് ചെയ്യും. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻ വിളിക്കുന്ന പേരാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അപ്പോൾ ലോകത്ത് എല്ലായിടത്തും ഈ പറഞ്ഞിരിക്കുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന്റെ ബേസിലാണ് ഇത് ചെയ്യുന്നത്. പല രാജ്യങ്ങളിലും ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന്റെ ബേസിലാണ് അക്കൗണ്ടിങ് ഡെവലപ്പ് ചെയ്തേക്കുന്നതും അക്കൗണ്ടിങ് ചെയ്യുന്നതും. അങ്ങനെ കാലാകാലങ്ങളിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് അക്കൗണ്ടിങ് എങ്ങനെ ചെയ്യണമെന്നുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പബ്ലിഷ് ചെയ്യും. അങ്ങനെ പബ്ലിഷ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഒരു ബേസിക് കോൺസെപ്റ്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടത്. അപ്പം ഇങ്ങനെയുള്ള ഈ അക്കൗണ്ടിങ് നമ്മൾ ഡെവലപ്പ് ചെയ്തത് വളരെ നാളുകൾക്ക് മുമ്പെയാണ്. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് ട്രാൻസാക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷന്റെ ക്യാഷ് ആസ്പെക്ട്സ് മാത്രമേ റെക്കോർഡ് ചെയ്യൂ. അതിനെ വിളിക്കുന്ന പേര് ക്യാഷ് സിസ്റ്റം എന്നാണ്. ഇനി പിന്നെ അതിന് ശേഷം എന്ത് ചെയ്തു? ചെറിയ ചെറിയ ബിസിനസ് ഓർഗനൈസേഷൻസ് എല്ലാം സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം ഫോളോ ചെയ്തു. എന്താണ് ആ സിസ്റ്റം എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ക്യാഷ് ട്രാൻസാക്ഷൻ പിന്നെ ചില പേഴ്സണൽ അക്കൗണ്ട് മാത്രമേ റെക്കോർഡ് ചെയ്യൂ, പൂർണ്ണമായിട്ടെടുത്ത് റെക്കോർഡ് ചെയ്യത്തില്ല. അപ്പോൾ അത് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ആണ്. അങ്ങനെ കുറച്ച് മാത്രം റെക്കോർഡ് ചെയ്യുന്ന ക്യാഷും ചില പേഴ്സണൽ അക്കൗണ്ട് മാത്രം റെക്കോർഡ് ചെയ്യുന്നു. അതിനെ വിളിക്കുന്ന പേര് സിംഗിൾ എൻട്രി സിസ്റ്റം എന്നാണ്. എന്നാൽ ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്ന വളരെ ബേസിക് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള പ്യൂറായിട്ടുള്ള സിസ്റ്റമാണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ഈ സിസ്റ്റം അനുസരിച്ച് ഒരു ട്രാൻസാക്ഷൻ 2 എലമെന്റുകളുണ്ട്. ഈ 2 എലമെന്റുകളെ കൊണ്ടുവന്ന് 2 അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേര് ഡബിൾ എൻട്രി സിസ്റ്റം എന്നാണ്. അപ്പോൾ വാട്ട് ആർ ദ സിസ്റ്റംസ് ഓഫ് അക്കൗണ്ടിങ്? ക്യാഷ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്, സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്, ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ഇങ്ങനെയുള്ള ഈ അക്കൗണ്ടിങ് നമുക്കറിയാം അത് ഒരു ട്രേഡിംഗ് കൺസേണിൽ ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ് സിസ്റ്റത്തെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നും, ഒരു മാനുഫാക്ചറിംഗ് കൺസേണിൽ ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ് സിസ്റ്റത്തെ കോസ്റ്റ് അക്കൗണ്ടിങ് എന്നും, മാനേജ്മെന്റ് ഡിസിഷൻ മേക്കിംഗ് സഹായിക്കുന്ന അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങുമാണ്. അങ്ങനെ 3 അക്കൗണ്ടിംഗ് ആണ് നമുക്കുള്ളത്.
ഇങ്ങനെ നമ്മൾ ഈ അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ബേസ് ഉണ്ട്. എന്താണ് ബേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാഷ് ബേസും ഉണ്ട്, അക്രൂവൽ ബേസിസും ഉണ്ട്. ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആക്ച്വൽ ക്യാഷ് റെസീറ്റ്സും ആക്ച്വൽ ക്യാഷ് പേയ്മെന്റ് മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന പേര് ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് എന്നാണ്. ക്യാഷ് മാത്രമേ റെക്കോർഡ് ചെയ്യത്തുള്ളൂ. എന്നാൽ ക്യാഷ് എത്ര റെക്കോർഡ് റിസീവ് ചെയ്തു, എത്ര കൊടുത്തു എന്നല്ലാതെ കറക്റ്റ് എക്സ്പെൻസും അതുപോലെ തന്നെ കറക്റ്റ് ഇൻകവുമാണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ അതിന് വിളിക്കുന്ന പേര് അക്രൂവൽ ബേസിസ് എന്നാണ്. അതെന്താ അങ്ങനെ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, സാലറി കൊടുത്തത് 1000 ഇനി കൊടുക്കാനുള്ളത് 500. അപ്പോൾ യഥാർത്ഥ എക്സ്പെൻസ് 1500. അപ്പോൾ അവിടെ 1500 നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അത് അക്രൂവൽ ബേസിസ് ആണ്. 1000 നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ അത് ക്യാഷ് ബേസിസ് ആണ്. ഇതാണ് 2 ബേസിസ് എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേതൊക്കെയാണ്? റെക്കോർഡിംഗ് ഉണ്ട്, ക്ലാസിഫൈങ് ഉണ്ട്, സമ്മറൈസിംഗ് ഉണ്ട്. റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ ജേണൽ ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നതാണ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. എന്താണ് അതിനെ ക്ലാസിഫൈ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെഡ്ജറിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ അതിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ട്രയൽ ബാലൻസിന്റെ പ്രിപ്പറേഷൻ വിളിക്കുന്ന പേര് ട്രാൻസാക്ഷന്റെ സമറൈസിംഗ് എന്നാണ്. അപ്പൊ സമറൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക എന്നാണ്. അപ്പം റെക്കോർഡിംഗ് എന്ന് പറയുന്നത് ജേണലുമായി ബന്ധപ്പെട്ട ആസ്പെക്ട്സ് ആണ്. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ശരിക്കും ലെഡ്ജറുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ സമറൈസിംഗ് എന്ന് പറയുന്ന ട്രയൽ ബാലൻസിന്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ നമുക്ക് അക്കൗണ്ട്സുകൾ 3 വിധമുണ്ട്. അത് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്, റിയൽ അക്കൗണ്ട് ഉണ്ട്, നോമിനൽ അക്കൗണ്ട് ഉണ്ട്. എന്താ പേഴ്സണൽ അക്കൗണ്ട് എന്ന് ചോദിച്ചാൽ വ്യക്തികളുടെ പേരിലുള്ള അക്കൗണ്ട്, അസറ്റുകളുടെ പേരിലുള്ള അക്കൗണ്ട് അസറ്റ് അക്കൗണ്ട്, എക്സ്പെൻസിന്റെയും ഇൻകത്തിന്റെയും പേരിലുള്ള അക്കൗണ്ടാണ് നോമിനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ അക്കൗണ്ടുകളെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ഞാൻ നക്ഷലിൽ സിമ്പിളായിട്ടങ്ങ് പറയുകയാണ്. നമ്മൾ ഇത്രയും കാലം പഠിച്ച കാര്യങ്ങൾ ഒരൊറ്റ മണിക്കൂർ കൊണ്ട് ഞാൻ ഇതെല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ്. അപ്പം നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇവിടെ നമുക്ക് ട്രാൻസാക്ഷൻ ഉണ്ട്. എന്താ ഈ ട്രാൻസാക്ഷൻ? കൊടുക്കൽ വാങ്ങലാണ്, ബിസിനസ്സിൽ എക്സ്ചേഞ്ച് ആണ്. അപ്പം ട്രാൻസാക്ഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്നു അല്ലേ, സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്ത് പൈസ വാങ്ങുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേര് ട്രാൻസാക്ഷൻ. എനി എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബിറ്റ്വീൻ 2 പേഴ്സൺ. 2 വ്യക്തികൾ ചേർന്നുള്ള കൈമാറ്റമാണ് ട്രാൻസാക്ഷൻ. ക്യാഷ് ഉടനെ കൊടുത്താൽ ക്യാഷ് ട്രാൻസാക്ഷൻ, പിന്നെ കൊടുത്താൽ അത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. അപ്പോൾ ഇത് നമ്മൾ ബിസ് ഓഫ് അക്കൗണ്ടിൽ കൊണ്ടുവന്ന് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചില ടേംസുകളെല്ലാം നമ്മൾ ഉപയോഗിച്ചു. അപ്പോൾ അവിടെ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേംസുകൾ എന്ന് പറയുന്ന ഒന്ന് അസറ്റാണ്. അസറ്റ് എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് കൈവശം വെച്ചിരിക്കുന്ന വസ്തുവകകളെയാണ് നമ്മൾ അസറ്റ് എന്ന് പറയുന്നത്. അതിന് മണി വാല്യൂ ഉണ്ട്, വിറ്റാൽ പൈസ കിട്ടണം, കടം വിടാൻ കഴിയണം. അതിന് അസറ്റ് നമ്മൾ പറഞ്ഞു, അതൊക്കെ ഞാൻ വ്യക്തമായി പറഞ്ഞു. ഈ അസറ്റ് തന്നെ 2 വിധമുണ്ടെന്ന് പറഞ്ഞു. ഒരു ലോങ് പീരീഡിലേക്ക് ഉപയോഗിക്കുന്ന അസറ്റ് ഫിക്സഡ് അസറ്റ് ആണ്. അതിന് നമുക്ക് പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഫർണിച്ചർ എന്നൊക്കെ പറയാം. എന്നാൽ ഷോർട്ട് പീരീഡിലേക്ക് ഉപയോഗിക്കുന്നത് കറണ്ട് അസറ്റ്. അപ്പോൾ ഈ കറണ്ട് അസറ്റ് എന്ന് പറയുന്ന ഉദാഹരണം കയ്യിലിരിക്കുന്ന ക്യാഷ്, ബാങ്കിലിരിക്കുന്ന ക്യാഷ്, അതുപോലെ തന്നെ വിൽക്കാതിരിക്കുന്ന സാധനങ്ങൾ, അതുപോലെ മുൻപേ കൊടുത്ത എക്സ്പെൻസുകൾ. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? ഈ പറഞ്ഞിരിക്കുന്ന കറണ്ട് അസറ്റ് എന്ന് വിളിക്കാം. ഇങ്ങനെയുള്ള ഈ ഫിക്സഡ് അസറ്റിനെ വീണ്ടും നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. അതിനെ വിളിക്കുന്ന പേര് ടാഞ്ചിബിൾ എന്നും ഇൻടാഞ്ചിബിൾ എന്നുമാണ്. ടച്ച് ചെയ്യാൻ പറ്റുന്നതെല്ലാം ടാഞ്ചിബിൾ അസറ്റ്, ടച്ച് ചെയ്യാൻ പറ്റാത്തതെല്ലാം നമുക്ക് ഇൻടാഞ്ചിബിൾ അസറ്റ്. അപ്പോൾ ഇൻടാഞ്ചിബിൾ അസറ്റിന് ഉദാഹരണം ഏതാ? ഗുഡ്വില്ല്, സൽപ്പേരിയർ ബിസിനസിന്റെ, അതോടൊപ്പം തന്നെ പേറ്റന്റ് റൈറ്റ്, കണ്ടുപിടുത്തങ്ങൾ, അതുപോലെ കോപ്പി റൈറ്റ്, കോപ്പി ചെയ്യാനുള്ള റൈറ്റുകൾ, അതുപോലെ ട്രേഡ് മാർക്ക് അല്ലെ, ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ സിംബൽസ്, രജിസ്റ്റർ ചെയ്ത സിംബൽസ്. അപ്പോൾ ഇതെല്ലാം ഇൻടാഞ്ചിബിൾ അസറ്റിന് ഉദാഹരണമാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് വേസ്റ്റിംഗ് അസറ്റാണ്. അസറ്റ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ വാല്യൂ 0 ആയി പോകുന്നതിനെ വിളിക്കുന്ന പേര് വേസ്റ്റിംഗ് അസറ്റ് എന്നാണ്. എന്നാൽ ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് മാത്രം ഡെവലപ്പ് ചെയ്യുന്ന ചില അസറ്റുകളുണ്ട്. അത് നമുക്ക് നഷ്ടം വരുന്നു, അത് അസറ്റാണ് യഥാർത്ഥത്തിൽ. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ്. അതോടൊപ്പം തന്നെ ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ നമ്മൾ ആദ്യം ചെലവാക്കുന്ന പ്രിലിമിനറി എക്സ്പെൻസ് ആണ്. ഈ 2 കാര്യങ്ങൾ, അതായത് ലോസും അതുപോലെ പ്രിലിമിനറി എക്സ്പെൻസും വേസ്റ്റിംഗ് അസറ്റിന് ഉദാഹരണമാണ്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് മാത്രം വരുന്ന അസറ്റുകളാണ്. അപ്പോൾ ഇതാണ് അസറ്റിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് പുറത്ത് ഒരു ബിസിനസ് കടപ്പെട്ടിരിക്കുന്ന എമൗണ്ട് ആണെങ്കിൽ ലൈബിലിറ്റി എന്ന് വിളിക്കും. ഒരു ബിസിനസ് പുറത്ത് കടപ്പെട്ടിരിക്കുന്ന എമൗണ്ട് ലൈബിലിറ്റി എന്ന് വിളിക്കും. പക്ഷേ അസറ്റും ലൈബിലിറ്റീസും എപ്പോഴും ബിസിനസ്സിൽ തുല്യമായിരിക്കും. അസറ്റ് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റി, അത് തുല്യമായിരിക്കും, തീർച്ചയായിട്ടും തുല്യമായിരിക്കും. അതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ട്രേഡർ ആദ്യമായി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് ആണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അല്ലെ, റവന്യൂ എന്താണെന്ന് ചോദിച്ചാൽ ബിസിനസ് ചെയ്ത് കിട്ടുന്ന വരുമാനത്തെ വിളിക്കുന്ന പേരാണ് ട്രേഡിംഗ് എന്നല്ല റവന്യൂ എന്ന് പറയുന്നത്. ട്രേഡിംഗിൽ കിട്ടുന്ന ലാഭത്തെ അല്ലെങ്കിൽ വരുമാനത്തെ റവന്യൂ എന്ന് പറയുന്ന റവന്യൂ റിസീറ്റ് എന്ന് വിളിക്കും. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ചെലവാക്കിയാൽ അതിനെ വിളിക്കുന്ന പേരാണ് എക്സ്പെൻസ്. അതുകൊണ്ടപ്പോൾ തന്നെ ആരാണ് ഈ ഡെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൈസ തരാനുള്ള ആൾ ഡെറ്ററും നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ള ആൾ ക്രെഡിറ്ററുമാണ്. അപ്പോൾ അതാണ് ടേമുകൾ എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് നമ്മൾ ഉപയോഗിക്കുന്ന ടേമുകൾ ഇത് ഇത്രയാണ്. ഇനി അതോടൊപ്പം തന്നെ ഈ എക്സ്പെൻസുകൾ നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്താൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എക്സ്പെൻസ്. ആ ടോട്ടൽ എക്സ്പെൻസിനെ നമ്മൾ 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ, ഡിവൈഡഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ? നമ്മളൊരു ഫിക്സഡ് അസറ്റ് വാങ്ങാൻ വേണ്ടി ചെലവാക്കുന്നു.
ദീർഘകാലം ഉപയോഗിക്കുന്ന ഒരു അസറ്റ് വാങ്ങാൻ വേണ്ടി ചെലവാക്കിയാൽ ആ ചെലവുകൾ വിളിക്കുന്ന പേര് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നാണ്. ഉദാഹരണത്തിന് ഫർണിച്ചർ വാങ്ങുന്നു, ലാൻഡ് വാങ്ങുന്നു, ബിൽഡിംഗ് വാങ്ങുന്നു, പിന്നെ അതുപോലെ പ്ലാന്റ് വാങ്ങുന്നു, മെഷീനറി വാങ്ങുന്നു. ഇതൊക്കെ ദീർഘകാലം ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് ഒരു വർഷത്തിൽ കൂടുതൽ കിട്ടുന്നതാണ്. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നാണ്. എന്താണ് ഈ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ? ദൈനംദിന പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെലവാക്കിയാലും അതിനെ വിളിക്കുന്ന പേര് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാണ്. ഒരു ബിസിനസ്സിൽ ഒരു വർഷത്തേക്ക് ചെലവാക്കുന്നതല്ല റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. ഇപ്പൊ റാ മെറ്റീരിയൽ വാങ്ങുന്നു, അതുപോലെ സാലറി കൊടുക്കുന്നു, വേജസ് കൊടുക്കുന്നു, കമ്മീഷൻ കൊടുക്കുന്നു, ഇതെല്ലാം എന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. അപ്പൊ ഇങ്ങനെയുള്ള എക്സ്പെൻഡിച്ചറിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് നമുക്ക് ഒരു വർഷമേ കിട്ടത്തോളൂ, അത് ഓർത്തോളുക. ഇനി മൂന്നാമത്തെ എക്സ്പെൻഡിച്ചർ ഡെഫിനറ്റ് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. അതിന്റെ പ്രത്യേകത ക്യാപിറ്റലുമല്ല, റവന്യൂമല്ല. ഈ വർഷം ചെലവാക്കിയാലും അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായി ചെലവാക്കിയാലും ബെനിഫിറ്റ് നമുക്ക് ഈ വർഷവും കിട്ടും, തുടർന്ന് വരുന്ന വർഷവും കിട്ടും. അതുകൊണ്ട് ക്യാപിറ്റൽ എന്നോ നമുക്ക് റവന്യൂ എന്ന് പറയാൻ പറ്റാത്ത എക്സ്പെൻഡിച്ചറിനെ വിളിക്കുന്ന പേര് ഡെഫോൾട്ട് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന. അതിന്റെ ഉദാഹരണം വളരെ ഇമ്പോർട്ടന്റ് ആണ് പരീക്ഷയ്ക്ക്. പ്രിലിമിനറി എക്സ്പെൻസും അഡ്വർടൈസ്മെന്റുമാണ്. ഹ്യൂജ് എമൗണ്ട് ഓഫ് അഡ്വർടൈസ്മെന്റും പ്രിലിമിനറി എക്സ്പെൻസും ഏതിന്റെ എക്സാമ്പിളാണ്? ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ ഉദാഹരണങ്ങളാണ്. അപ്പൊ അവിടെയും നമുക്ക് അത് മനസ്സിലായി. ഇനി നമ്മൾ എന്താ ചെയ്യുന്ന? ഇങ്ങനെയുള്ള ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ്, ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ട്. ആ ട്രാൻസാക്ഷൻ എല്ലാം നമ്മൾ ജേണലിലേക്ക് റെക്കോർഡ് ചെയ്യണം. അപ്പൊ ജേണൽ എന്ന് പറയുന്ന ആദ്യത്തെ ബുക്കാണ്. ട്രാൻസാക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ആദ്യം റെക്കോർഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ജേണൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് ജേണൽ നമ്മൾ വിളിക്കുന്ന പേര് റെക്കോർഡ് ഓഫ് ഡെയിലി ട്രാൻസാക്ഷൻ എന്നാണ്. നിരന്തരമുള്ള ട്രാൻസാക്ഷന്റെ ഡെയിലി റെക്കോർഡിനെ വിളിക്കുന്ന പേര് ജേണൽ എന്നും. ഇത് ഒരു ട്രാൻസാക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേര് പ്രൈമറി എൻട്രി, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ബുക്സ് ഓഫ് പ്രൈമറി എൻട്രി എന്നാണ്. അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഒറിജിനൽ എൻട്രി എന്നാണ്. ട്രാൻസാക്ഷൻ ആദ്യം റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ഇതിനെ പ്രൈമറി എൻട്രി അല്ലെങ്കിൽ ഒറിജിനൽ എൻട്രി എന്ന് വിളിക്കും. ഇത് ക്രോണോളജിക്കൽ ഓർഡറിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ട്രാൻസാക്ഷൻ ഉണ്ടാകുന്ന മുറയ്ക്കാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്, ക്രോണോളജിക്കൽ ഓർഡറാണ്. അപ്പൊ ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ പ്രോസസ് ചെയ്ത് അതിനകത്തേക്ക് എഴുതുന്ന രീതി വിളിക്കുന്ന പേര് ജേർണലൈസിംഗ് എന്നാണ്. അത് ഏത് ഫോമിലാണോ നമ്മൾ മാറ്റുന്ന ആ ഫോമിനെ വിളിക്കുന്ന പേര് ജേണൽ എൻട്രി എന്നാണ്. അപ്പൊ ഏത് ഫോമിലേക്ക് മാറ്റുന്നോ അതിനെ വിളിക്കുന്ന പേര് ജേണൽ എൻട്രി. അപ്പൊ ട്രാൻസാക്ഷൻസ് ഏത് ബുക്കിൽ മാറ്റുന്നുവോ ജേണല്, അത് ഏത് രൂപത്തിൽ മാറ്റുന്നുവോ ജേണൽ എൻട്രി, അത് ഏത് രീതിയിൽ മാറ്റുന്നോ അതിന് വേണ്ടിയുള്ള പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ജേർണലൈസിംഗ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മളൊരു ലാർജ് ബിസിനസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു വർഷത്തിലൊരിക്കലാണ് നമ്മൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അവിടെ ഒരു വർഷത്തെ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് വരും. അപ്പൊ ഇവിടെ ഒന്നോ രണ്ടോ ബുക്ക് കീപ്പർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയല്ല ഇതെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജേണൽ എൻട്രി ഒക്കെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ആ ജേണൽ എൻട്രി എഴുതുമ്പോൾ വേറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഈ ജേണൽ എൻട്രി എല്ലാവർക്കും മനസ്സിലാവില്ല. അപ്പൊ മനസ്സിലാവുന്നതിന് വേണ്ടി ഒരു ചെറിയ സ്റ്റേറ്റ്മെന്റ് അതിനകത്ത് ഫോളോ ചെയ്യും. ആ സ്റ്റേറ്റ്മെന്റ് നമ്മൾ വിളിക്കുന്ന പേര് നറേഷൻ എന്നാണ്. ഈ ജേണൽ എൻട്രി എങ്ങനെ ഉണ്ടായി എന്ന് മനസ്സിലാവാൻ വേണ്ടി ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ ജേണൽ എൻട്രിയുടെ കൂടെ എഴുതും. അതിനെ വിളിക്കുന്ന പേര് നറേഷൻ എന്നാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ ജേണൽ ഒരാൾക്കോ രണ്ടാൾക്കോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ലേബറിനെ ലാഭപ്പെടുത്താൻ വേണ്ടി, സമയം ലാഭപ്പെടുത്താൻ വേണ്ടി ഒറിജിനൽ ജേണലിനെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഒറിജിനൽ ജേണലിനെ ഡിവൈഡ് ചെയ്ത് പല പല ജേണലുകളാക്കും. അങ്ങനെ ഒറിജിനൽ ജേണലിനെ ഡിവൈഡ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേര് സബ് ഡിവിഷൻ എന്നും, അങ്ങനെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ബുക്കിനെ വിളിക്കുന്ന പേര് സബ്സിഡിയറി ബുക്ക് എന്നുമാണ്. അത് നമ്മുടെ ചാപ്റ്ററാണ്. അപ്പൊ അതിനകത്ത് എന്താണ് ഈ സബ്സിഡിയറി ബുക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ ഒറിജിനൽ ജേണൽ ഈസ് ഡിവൈഡ് ഇൻടു ഡിഫറന്റ് ജേണൽസ് ആർ കാൾഡ് സബ്സിഡിയറി ജേണൽസ്. അതിൽ എത്ര സബ്സിഡിയറി ബുക്ക് ഉണ്ടെന്ന് ചോദിച്ചാൽ 8 എണ്ണമാണ്. അതേതൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്ന് പർച്ചേസ് ഡേ ബുക്കാണ്. എന്താ പർച്ചേസ് ഡേ ബുക്ക് എന്ന് ചോദിച്ചാൽ കടത്തിന് സാധനങ്ങൾ വാങ്ങുമ്പോൾ റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെ വിളിക്കുന്ന പേര് പർച്ചേസ് ഡേ ബുക്ക് എന്നാ. കടത്തിന് സാധനങ്ങൾ വാങ്ങുമ്പോൾ റെക്കോർഡ് ചെയ്യുന്ന ബുക്ക് പർച്ചേസ് ഡേ ബുക്ക്. ആ വാങ്ങിച്ച സാധനം നമുക്ക് വേണ്ട എങ്കിൽ തിരിച്ചു കൊടുക്കുമ്പോൾ റെക്കോർഡ് ചെയ്യുന്ന ബുക്ക് പർച്ചേസ് റിട്ടേൺസ് ബുക്കാണ്. കടത്തിന് സാധനങ്ങൾ വാങ്ങിച്ച് തിരിച്ചു കൊടുക്കുമ്പോൾ റിട്ടേൺ ചെയ്യുന്ന ബുക്കിനെ വിളിക്കുന്ന പേര് പർച്ചേസ് റിട്ടേൺസ് ബുക്ക് എന്നാണ്. ഇനി കടത്തിന് സാധനങ്ങൾ വിറ്റാൽ റെക്കോർഡ് ചെയ്യുന്ന ബുക്ക് സെയിൽസ് ഡേ ബുക്കാണ്. എന്നാൽ ആ വിറ്റ സാധനം തിരിച്ചു വരുമ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ബുക്ക് സെയിൽസ് റിട്ടേൺസ് ബുക്കാണ്. അപ്പോൾ 4 ബുക്കുകളായി: പർച്ചേസ് ഡേ ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് ഡേ ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്. 5ാമത്തെ ബുക്കിനെ വിളിക്കുന്ന പേര് ക്യാഷ് ബുക്ക് എന്നാണ്. എന്താ ക്യാഷ് ബുക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രം റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെ വിളിക്കുന്ന പേര് ക്യാഷ് ബുക്ക് എന്നാണ്. അവിടെ ആക്ച്വൽ ക്യാഷ് റെസീപ്റ്റ്സും ആക്ച്വൽ ക്യാഷ് പേയ്മെന്റും മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യത്തുള്ളൂ. ആക്ച്വലി ഇതൊരു ജേണലാണ്, പക്ഷേ പ്രിപ്പയർ ചെയ്യുന്ന ലെഡ്ജറിന്റെ രൂപത്തിലാണ്. അതുകൊണ്ട് അവർ പരീക്ഷയിൽ ചോദിക്കും, ക്യാഷ് ബുക്ക് സെർവ്സ് ബോത്ത് ജേണൽ ആൻഡ് ലെഡ്ജർ. രണ്ടിന്റെയും സ്വഭാവം കാണിക്കും ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ജേണലുമാണ് ഒരേ സമയം ലെഡ്ജറുമാണ്. പക്ഷേ ഇത് ജേണലാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമ്മൾ ഒരു കൊച്ചു കോളം പ്രൊവൈഡ് ചെയ്യും. ജേണലിനകത്ത് നമ്മൾ കൊടുക്കുന്നത് ലെഡ്ജർ ഫോളിയോ എന്നാണ്, പക്ഷേ ഇതിനകത്ത് ജേണൽ ഫോളിയോ എന്നാണ്. അത് ഓർത്തോണം, ജേണൽ ഫോളിയോ എന്നാണ് ക്യാഷ് ബുക്കിലെ ചെറിയ കോളത്തിന്റെ പേര്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോൾ ക്യാഷ് ബുക്ക് തന്നെ പല വിധമുണ്ട്. അത് ഏതൊക്കെ ഈ പലവിധം ക്യാഷ് ബുക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ക്യാഷ് ബുക്കിനെ സംബന്ധിച്ചോളം 2 സൈഡിൽ ഒരേ എമൗണ്ട് കോളം മാത്രമേ ഉള്ളതിരിക്കട്ടെ, അതിന് വിളിക്കുന്നവർ സിമ്പിൾ ക്യാഷ് ബുക്കാണ്, സിംഗിൾ കോളം ക്യാഷ് ബുക്ക്.
ചില സമയത്ത് ബാങ്കും അതുപോലെ ക്യാഷ് കൂടെ ചേർന്ന് ഒറ്റ അക്കൗണ്ടായി നമ്മൾ പ്രിപ്പയർ ചെയ്യും. അങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയും. അപ്പോൾ രണ്ട് സൈഡിലും ക്യാഷുമുണ്ട് ബാങ്കുമുണ്ട്, രണ്ട് സൈഡിലുമെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്നാണ്. ഇനി മൂന്നാമത്തെ ഒരു ബുക്കുണ്ട് 3 കോളം ക്യാഷ് ബുക്ക്. അതിനകത്ത് എന്തുണ്ട്? ക്യാഷുമുണ്ട് ബാങ്കുമുണ്ട് ഡിസ്കൗണ്ടുമുണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് കോളം കൂടെ രണ്ട് സൈഡിലും വന്നാൽ ഇതിനെ വിളിക്കുന്ന പേര് 3 കോളം ക്യാഷ് ബുക്ക് എന്നാണ്. 3 അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് പകരം കോളമിനാർ ഫോമിൽ ഒരു അക്കൗണ്ട് ആക്കുന്നു. അത് ഓരോ സൈഡിലും ക്യാഷ് ഉണ്ട് ബാങ്ക് ഉണ്ട് അതുപോലെ ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് 3 കോളം ക്യാഷ് ബുക്ക് എന്നാണ്. ഈ 3 കോളം ക്യാഷ് ബുക്കിൽ ഡിസ്കൗണ്ട് കോളം എന്ന് പറയുന്നത് നമ്മൾ രണ്ട് സൈഡിലും ബാലൻസ് ചെയ്യത്തില്ല. രണ്ട് സൈഡിലും ബാലൻസ് ചെയ്യത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. രണ്ട് സൈഡും ബാലൻസ് ചെയ്യാത്ത അക്കൗണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന ഈ ഡിസ്കൗണ്ട് കോളം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് വേറൊരു ക്യാഷ് ബുക്ക് ഉണ്ട്, പെറ്റി ക്യാഷ് ബുക്ക്. ഞാനതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ നക്ഷലി പറയുകയാണ്. എന്താ പെറ്റി ക്യാഷ് ബുക്ക്? മെയിൻ ക്യാഷ്യർ വലിയ എമൗണ്ടുകളാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ചെറിയ എക്സ്പെൻസുകൾ ഡീൽ ചെയ്യാൻ മെയിൻ ക്യാഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ മെയിൻ ക്യാഷ്യർ ഒരു പുതിയൊരു ക്യാഷ്യർ അപ്പോയിന്റ് ചെയ്യും. ചെറിയ ചെറിയ എക്സ്പെൻസുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മെയിൻ ക്യാഷ്യർ അപ്പോയിന്റ് ചെയ്യുന്ന ആളിനെ വിളിക്കുന്ന പേര് പെറ്റി ക്യാഷ്യർ എന്നാണ്. അയാൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബുക്കിനെ വിളിക്കുന്ന പേര് പെറ്റി ക്യാഷ് ബുക്ക് എന്നാണ്. അപ്പോൾ ചെറിയ ചെറിയ എക്സ്പെൻസുകൾ അയാൾ പെറ്റി ക്യാഷ് ബുക്ക് മുഖാന്തരം അതിലൂടെ പാസ് ചെയ്ത് അയാൾ എന്തെയും ചിലവാക്കും. അങ്ങനെ ഒരു പീരീഡിന്റെ ആദ്യം മെയിൻ ക്യാഷ്യർ നിശ്ചിത എമൗണ്ട് കൊടുക്കും പെറ്റി ക്യാഷ്യർക്ക്. അയാൾ അതിൽ നിന്നാണ് ഇത് ചിലവാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ആദ്യത്തെ എമൗണ്ടിനെ വിളിക്കുന്ന പേര് ക്യാഷ് ഫ്ലോട്ട് എന്നാണ്. ഒരു ലംസം എമൗണ്ട് ഒരു പീരീഡിന്റെ ആദ്യം മെയിൻ ക്യാഷ്യർ പെറ്റി ക്യാഷ്യർക്ക് കൊടുത്താൽ അതിനെ വിളിക്കുന്ന പേര് ക്യാഷ് ഫ്ലോട്ട് എന്നാണ്. പെറ്റി ക്യാഷ്യർ എല്ലാ എക്സ്പെൻസും ഇതിൽ നിന്ന് തന്നെ നടത്തും. പീരീഡിന്റെ അവസാനമാകുമ്പോൾ മെയിൻ ക്യാഷ്യർ വെരിഫൈ ചെയ്തിട്ട് ചിലവാക്കിയ എമൗണ്ട് എത്രയാണോ അതങ്ങ് റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കും, തിരിച്ചു കൊടുക്കും അടുത്ത മാസത്തേക്ക്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സിസ്റ്റത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇംപ്രസ്ഡ് സിസ്റ്റം. അത് പരീക്ഷ ചോദിക്കുന്നതിന് ഇംപ്രസ്ഡ് സിസ്റ്റം എവിടെ ഉപയോഗിക്കുന്നത്? പെറ്റി ക്യാഷ് ബുക്കിലാണ് ഉപയോഗിക്കുന്നത്. അത് മറന്നു പോകരുത്. അപ്പോൾ അതുമായി നമുക്ക് ക്യാഷ് ബുക്കായി. ഇനി അടുത്ത ആറാമത്തെ ബുക്ക് എന്ന് പറയുന്നത് ബിൽ റെസീവബിൾ ബുക്കാണ്. അപ്പോൾ ബിൽ ഓഫ് ഫൈസിങ് ഞാൻ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ ബിൽ റെസീവബിൾ ബുക്ക് എന്ന് പറയുന്നത്? ബില്ലുകൾ റിസീവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഡീറ്റെയിൽസ് എഴുതി വെക്കുന്ന ബുക്കാണ് ബിൽ റെസീവബിൾ ബുക്ക്. എന്നാൽ ബിസിനസ്സിൽ ബില്ല് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. നമ്മൾ പലർക്കും ബില്ല് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ബില്ലിന്റെ ഡീറ്റെയിൽസ് എഴുതി വെക്കുന്ന ബുക്ക് ബിൽസ് പേയബിൾ ബുക്കാണ്. അതാണ് 7ാമത്തെ ബുക്ക് എന്ന് പറയുന്നത്. ഇനി 8ാമത്തെ ബുക്ക് എന്ന് പറയുന്നത് ജേണൽ പ്രോപ്പറാണ്. എന്താ ഈ ജേണൽ പ്രോപ്പർ എന്ന് പറയുന്നത്? ഈ 7 സബ്സിഡിയറി ബുക്കുകളിൽ നമുക്ക് എഴുതാൻ സമയമില്ല, കിട്ടിയില്ല, സമയം കിട്ടാൻ എഴുതാൻ പറ്റാത്ത ട്രാൻസാക്ഷൻ വന്നു. ഈ 7 സബ്സിഡിയറി ബുക്കിലും റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെ വിളിക്കുന്ന പേരാണ് ജേണൽ പ്രോപ്പർ എന്ന് പറയുന്നത്. അതിനകത്ത് പ്രത്യേക ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഡിഫറൻറ്റ് എൻട്രീസ് ആണ്. ഓപ്പണിംഗ് എൻട്രി, ക്ലോസിംഗ് എൻട്രി, ട്രാൻസ്ഫർ എൻട്രി, അഡ്ജസ്റ്റിംഗ് എൻട്രി. അപ്പോൾ ഇങ്ങനെയുള്ള എൻട്രീസ് എല്ലാം റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് ഈ പറഞ്ഞിരിക്കുന്ന ജേണൽ പ്രോപ്പർ എന്ന് പറയുന്ന 8ാമത്തെ ബുക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ഇങ്ങനെയുള്ള 8 ബുക്കുകളാണ്. ഉദാഹരണത്തിന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ കടത്തിന് സാധനങ്ങൾ വാങ്ങിച്ചാൽ പർച്ചേസ് ഡേ ബുക്കിൽ എഴുതും. പക്ഷേ ഫർണിച്ചർ കടത്തിന് വാങ്ങിച്ചാൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യത്തില്ല. തീർച്ചയായും അവിടെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പർച്ചേസ് ഡേ ബുക്കിലല്ല എഴുതുന്നത്. അത് കൊണ്ടുവന്ന് എഴുതുന്നത് ജേണൽ പ്രോപ്പറിലാണ്. കാരണം പർച്ചേസ് ഡേ ബുക്കിൽ സാധനങ്ങൾ വാങ്ങിയാണ്. ഫർണിച്ചർ വാങ്ങുമ്പോൾ ജേണൽ ഫർണിച്ചർ അക്കൗണ്ട് പാർട്ടി എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും പർച്ചേസിലേക്ക് അത് പോകത്തില്ല. പർച്ചേസ് എന്ന് പറയുന്നത് മാത്രമേ നമുക്ക് പർച്ചേസിലേക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ടിപ്പിക്കൽ എൻട്രീസ് ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഏതെന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ജേണൽ പ്രോപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് എല്ലാത്തിനെയും കൂടെ നമ്മൾ വിളിക്കുന്ന പേര് സബ്സിഡിയറി ബുക്ക് എന്നാണ്. അത് ജേണലിന്റെ സബ് ഡിവിഷനാണ്. ഇനി ജേർണലൈസിങ് കഴിഞ്ഞാൽ നമ്മൾ 2ാമത്തെ സ്റ്റെപ്പിലേക്ക് പോയി അതിന് വിളിക്കുന്ന പേര് പോസ്റ്റിംഗ് എന്നാണ്. പോസ്റ്റിംഗ് നടത്തുക എന്ന് പറഞ്ഞാൽ ലെഡ്ജറിലാണ്. അപ്പോൾ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട് ആണ്. അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷന്റെ സമ്മറിയാണ്. അപ്പോൾ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട്സ് ആണ്. ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നതിന്റെ സമ്മറിയാണ് ലെഡ്ജർ. ആ അക്കൗണ്ട് ട്രാൻസാക്ഷന്റെ സമ്മറിയാണ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ജേണൽ എൻട്രീസ് ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ജേണൽ എൻട്രീസ് ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര് പോസ്റ്റിംഗ് എന്നാണ്. അപ്പം ഒരു ട്രാൻസാക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ പ്രോസസ്സ് ചെയ്ത് ജേണലിലേക്ക് മാറ്റുന്നതിന് നമ്മൾ ജേർണലൈസിംഗ് എന്നും ലെഡ്ജറിലേക്ക് മാറ്റുന്നതിനെ പോസ്റ്റിംഗ് എന്നും വിളിക്കും. ഇതാണ് ജേർണലൈസിംഗ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലെഡ്ജർ ബാലൻസ് ചെയ്യും. അങ്ങനെ ലെഡ്ജർ ബാലൻസ് ചെയ്ത് അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ലെഡ്ജർ ബാലൻസ് കൊണ്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ബാലൻസിംഗ് എന്ന് പറയുന്ന പ്രോസസ്സുണ്ട്. അങ്ങനെ അക്കൗണ്ടിങ്ങിന്റെ ബേസിക് ആയിട്ടുള്ള 3 പ്രോസസ്സ് എന്ന് പറയുന്നത് ജേർണലൈസിംഗ്, പോസ്റ്റിംഗ് ആൻഡ് ബാലൻസിംഗ് ആണ്. ജേർണലൈസിംഗ്, പോസ്റ്റിംഗ് ആൻഡ് ബാലൻസിംഗ് ആണ് പ്രോസസ് ഓഫ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രോസസ് ഓഫ് അക്കൗണ്ടിംഗ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ലാഭം കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ലാഭം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം ചെയ്യും. ഇവിടെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? ഒരുപാട് പ്രോസസ് ചെയ്താണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ദീർഘമായ ഈ പ്രോസസ്സിൽ അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കടന്നുകൂടിയിട്ടുണ്ടോ ഇല്ലയെന്ന് നമുക്കറിയണം. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ കറക്റ്റ് ആണോ, അതിന്റെ അരിത്തമാറ്റിക്കൽ ആക്യുറസി കറക്റ്റ് ആണോ ഇല്ലെന്ന് അറിയണം. അതിനുവേണ്ടി നമ്മളിപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യും. ആ സ്റ്റേറ്റ്മെന്റിനെ വിളിക്കുന്ന പേര് ട്രയൽ ബാലൻസ് എന്നാണ്. അപ്പോൾ ട്രയൽ ബാലൻസ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്.
അത് എന്തിനു വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്ന? അരിത്തമാറ്റിക്കൽ ആക്യുറസി ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. അപ്പോൾ ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് 2 മെത്തേഡുകളുണ്ട്. അത് ടോട്ടൽ മെത്തേഡുമുണ്ട്, ബാലൻസ് മെത്തേഡുമുണ്ട്. അപ്പോൾ ഈ ലെഡ്ജർ അക്കൗണ്ടുകളുടെ ടോട്ടലാണ് അപ്പുറം ഇപ്പുറം എടുത്താണ് ട്രയൽ ബാലൻസ് ചെയ്യുന്നതെങ്കിൽ ടോട്ടൽ മെത്തേഡ്, അത് ബാലൻസ് ആണ് നമ്മൾ എടുക്കുന്നെങ്കിൽ ബാലൻസ് മെത്തേഡ് എന്ന് പറയുന്ന ട്രിക്കാണ്. അതാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്ന ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ട്രയൽ ബാലൻസ് എഗ്രി ചെയ്യത്തില്ല. ട്രയൽ ബാലൻസിന് 2 എമൗണ്ട് കോളമുണ്ട്, ഡെബിറ്റ് കോളവും ക്രെഡിറ്റ് കോളവും. ഇത് എഗ്രി ചെയ്യത്തില്ല. അങ്ങനെ എഗ്രി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ ഫൈനൽ അക്കൗണ്ട്. അപ്പോൾ എഗ്രി ചെയ്യാത്തത് കൊണ്ട് തീർച്ചയായും അതിന്റെ കാരണം എന്താണെന്ന് നോക്കുമ്പോഴാണ് കുറേ എറേഴ്സ് അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആ എറേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് എറേഴ്സ് എന്ന് പറയും. ട്രാൻസാക്ഷൻസ് നമ്മൾ അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ചില മിസ്റ്റേക്കുകൾ കടന്നുകൂടാം. അതിനെ വിളിക്കുന്ന പേര് അക്കൗണ്ടിങ് എറേഴ്സ് എന്നാണ്. അങ്ങനെയുള്ള 4 എറേഴ്സ് ആണ് പൊതുവായിട്ട് വരുന്നത്. അതൊന്ന് എറർ ഓഫ് ഒമിഷനാണ്. ട്രാൻസാക്ഷൻ എഴുതുമ്പോൾ വിട്ടുപോകുന്നതിനെ വിളിക്കുന്ന പേരാണ് എറർ ഓഫ് ഒമിഷൻ. ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ അക്കൗണ്ട് ബുക്കിൽ എഴുതാൻ വിട്ടുപോയാൽ എറർ ഓഫ് ഒമിഷൻ. ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ബാലൻസ് ചെയ്യുന്ന സമയത്ത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ എറർ ഓഫ് കമ്മീഷൻ. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് വയലേറ്റ് ചെയ്തു റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പ്രിൻസിപ്പിൾസ് വയലേറ്റ് ചെയ്താൽ എറർ ഓഫ് പ്രിൻസിപ്പിൾ. എന്നാൽ ഒരു എറർ അതേ സ്വഭാവമുള്ള മറ്റൊരു എറർ കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്താൽ കോമ്പൻസേറ്റിംഗ് എററാണ്. അപ്പോൾ ഇതാണ് എറർ എന്ന് പറയുന്നത്. 4 തരത്തിലുള്ള എറർ ഉണ്ട്: എറർ ഓഫ് ഒമിഷൻ, എറർ ഓഫ് കമ്മീഷൻ, എറർ ഓഫ് പ്രിൻസിപ്പിൾ ആൻഡ് കോമ്പൻസേറ്റിംഗ് എറർ. ഇവിടെ നമുക്കറിയാം ട്രയൽ ബാലൻസിൽ ചില എററുകളൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ 1 സൈഡ് എറർ ഉണ്ട്, 2 സൈഡ് എറർ ഉണ്ട്. അപ്പോൾ 1 സൈഡ് എറർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഒരു സൈഡിൽ മാത്രം വരുന്നതാണ് എന്തെന്ന് പറയുന്നത് 1 സൈഡ് എറർ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ട്രയൽ ബാലൻസ് ഡിസഗ്രി ചെയ്യുന്നത്. പക്ഷേ ഈ ട്രയൽ ബാലൻസ് ഡിസഗ്രി ചെയ്താൽ നമുക്ക് ഫൈനൽ അക്കൗണ്ട് എഴുതാൻ പറ്റില്ല, ലാഭം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എങ്കിൽ കണ്ടുപിടിക്കുന്നത് വരെ താൽക്കാലികമായി ഓപ്പൺ ചെയ്യുന്ന ഒരു അക്കൗണ്ട് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേര് സസ്പെൻസ് അക്കൗണ്ട് എന്നാണ്. ഏതെങ്കിലും ഒരു മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, എറർ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എങ്കിൽ ആ എറർ കണ്ടുപിടിക്കുന്നത് വരെ താൽക്കാലികമായിട്ട് ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടിനെ വിളിക്കുന്ന പേര് സസ്പെൻസ് അക്കൗണ്ട് എന്നാണ്. ഈ സസ്പെൻസ് അക്കൗണ്ട് എറർ എപ്പോഴാണോ ലൊക്കേറ്റ് ചെയ്യുന്നത് അത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ സസ്പെൻസ് അക്കൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ചെയ്ത് പോകും. പക്ഷേ നമുക്ക് ഈ ട്രയൽ ബാലൻസ് അതിനകത്ത് സസ്പെൻസ് അക്കൗണ്ട് എഴുതിയേക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അതിന്റെ ലാഭവും നഷ്ടവും കണ്ടുപിടിക്കാൻ നമുക്ക് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത് എറർ കണ്ടുപിടിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലാണ് ട്രയൽ ബായി പറഞ്ഞ സസ്പെൻസ് അക്കൗണ്ട് ഓട്ടോമാറ്റിക്കായി ക്ലോസ് ചെയ്യും എറർ ലൊക്കേറ്റ് ചെയ്താൽ. അത് നമ്മൾ ഓർത്ത് വെച്ചേക്കേണ്ട കാര്യമാണ്. ഇനി നമ്മൾ പറഞ്ഞത് എന്താണ്? ഇങ്ങനെയുള്ള ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് നമ്മളെ ക്യാഷ് ബുക്ക് ബാലൻസും പാസ്ബുക്ക് ബാലൻസും അങ്ങനെ വ്യത്യാസം വരും. ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം അയാൾ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കും. അയാൾ ബാങ്കിൽ ബിസിനസ്മാൻ ബാങ്കിൽ തുടങ്ങുന്ന അക്കൗണ്ട് കറണ്ട് അക്കൗണ്ടാണ്. അപ്പോൾ കറണ്ട് അക്കൗണ്ടിലേക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിൽ പൈസ ഇടാം, ഒരു ദിവസം എത്ര പ്രാവശ്യം വേണമെങ്കിൽ എടുക്കാൻ റെസ്ട്രിക്ഷൻ ഇല്ല. അങ്ങനെ ഒരു അക്കൗണ്ടിന് മാത്രമേ ആ റെസ്ട്രിക്ഷൻ ഇല്ലാതുള്ളൂ. അങ്ങനെ വരുന്ന ഈ റെസ്ട്രിക്ഷൻ ഇല്ലാത്തതുകൊണ്ട് പല പ്രാവശ്യം ഇതിനകത്ത് ബാങ്ക് എഴുതുന്നുണ്ട്. ചിലപ്പം ഈ ബാങ്കിനകത്ത് പാസ്ബുക്കിൽ ചിലപ്പോൾ അവിടുത്തെ അക്കൗണ്ടന്റ് എഴുതാൻ വിട്ടുപോകാം. നമ്മളും അതുപോലെ തന്നെ നമ്മൾ ബിസിനസ്സിൽ ഒരു ക്യാഷ് ബുക്ക് സൂക്ഷിക്കുന്നുണ്ട്. ഈ ക്യാഷ് ബുക്കിനകത്ത് നമ്മൾ എഴുതാനും വിട്ടുപോകാം, ട്രേഡ് എഴുതാനും വിട്ടുപോകാം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബിസിനസ്സിനകത്ത് ക്യാഷ് ബുക്ക് ഉണ്ടായിരിക്കും, പാസ്ബുക്ക് ഉണ്ടായിരിക്കും. പാസ്ബുക്കും ക്യാഷ് ബുക്കും നമ്മളാണ് വെച്ചേക്കുന്നത്. പക്ഷേ പാസ്ബുക്ക് എഴുതാൻ നമുക്ക് അവകാശമില്ല, അത് എഴുതുന്നത് ബാങ്കാണ്. അപ്പോൾ ബാങ്ക് പാസ്ബുക്ക് എഴുതും, നമ്മൾ ക്യാഷ് ബുക്ക് എഴുതും. ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ക്യാഷ് ബുക്കിലെ ബാലൻസും പാസ്ബുക്കിലെ ബാലൻസും വ്യത്യസ്തമായി പോയി കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഈ സാഹചര്യത്തിൽ അതിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി കസ്റ്റമർ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റാണ് ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. അവിടെ ആരാ പ്രിപ്പയർ ചെയ്യുന്ന? നോട്ട് ദ പോയിന്റ്, കസ്റ്റമറാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന കസ്റ്റമറാണ്. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ക്യാഷ് ബുക്കിലെ ബാലൻസും പാസ്ബുക്കിലെ ബാലൻസും ഡിഫറൻസ് ചെയ്യുമ്പം ആ ഡിഫറൻസിന്റെ കാരണം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പാസ്ബുക്കിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്, ക്യാഷ് ബുക്കിന് ഡെബിറ്റ് ബാലൻസ് ആണ്. പാസ്ബുക്കിന് ക്രെഡിറ്റ് ബാലൻസ്, ക്യാഷ് ബുക്കിന് ഡെബിറ്റ് ബാലൻസ്. എപ്പോഴെങ്കിലും പാസ്ബുക്കിന് ഡെബിറ്റ് ബാലൻസ് വന്നാൽ ഓവർ ഡ്രാഫ്റ്റ് ആണ്. ക്യാഷ് ബുക്കിന് ഡെബിറ്റ് ബാലൻസ് ആണ്. എപ്പോഴെങ്കിലും ക്രെഡിറ്റ് ബാലൻസ് വന്നാൽ അത് ഓവർ ഡ്രാഫ്റ്റ് ആണ്. അതും നമ്മൾ ഓർത്തിരിക്കണം. ഡെബിറ്റ് ബാലൻസ് ഓഫ് എ ക്യാഷ് ബുക്ക് ഷോസ് ബാലൻസ്, ക്രെഡിറ്റ് ബാലൻസ് ഓഫ് എ ക്യാഷ് ബുക്ക് ഷോസ് ഓവർ ഡ്രാഫ്റ്റ്. അതും നമ്മൾ വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കി വെച്ചേക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിന്റെ ബേസിലാണ് ഒരു ട്രയൽ ബാലൻസ് വരെ പ്രിപ്പയർ ചെയ്യുന്നത് ബുക്ക് കീപ്പറാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് ബുക്ക് കീപ്പറാണ്. ഇപ്പോൾ അതിന്റെ പ്രിലിമിനറി സ്റ്റെപ്പുകളെല്ലാം ക്ലിയർ ചെയ്തു. ഇനിയാണ് ഒരു അക്കൗണ്ടന്റിന്റെ വർക്ക് തുടങ്ങുന്നത്. ഒരു ട്രേഡർ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുമ്പോൾ അയാളുടെ ക്യൂരിയോസിറ്റി എന്താ, എന്തുമാത്രം പ്രോഫിറ്റ് ഉണ്ടായി, അയാളുടെ ബിസിനസ് നിലനിൽക്കുമോ എന്നുള്ളതാണ്. അങ്ങനെ അയാൾ എന്താ ചെയ്യുന്നത്? അയാളുടെ പ്രോഫിറ്റോ ലോസോ ബിസിനസ്സിലുണ്ടോ ഇല്ലെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യും ട്രേഡർ. അതൊരു പീരീഡിന്റെ അവസാനമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെ ഒരു പീരീഡിന്റെ അവസാനം അദ്ദേഹം എന്ത് ചെയ്യും? 2 അക്കൗണ്ടും ഒരു സ്റ്റേറ്റ്മെന്റും പ്രിപ്പയർ ചെയ്യും. അങ്ങനെ വിളിക്കുന്ന പേര് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അഥവാ ഫൈനൽ അക്കൗണ്ട് എന്നാണ്.
അതേതൊക്കെയാണ് രണ്ട് അക്കൗണ്ട് എന്ന് പറയുന്ന ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ എന്താണ് ഈ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ അക്കൗണ്ട് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് ഗ്രോസ് പ്രോഫിറ്റ്. ഒരു ബിസിനസിന്റെ ഗ്രോസ് പ്രോഫിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ എന്താണ് ഈ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, ആ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് എന്തുമാത്രം ഉൽപ്പാദന ചെലവ് നമുക്ക് ഉണ്ടായിട്ടുണ്ടോ ആ ചെലവും അതിന്റെ സെയിൽസും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ സെയിൽസും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും തമ്മിലുള്ള വ്യത്യാസം. ഒരു പേന മാനുഫാക്ചർ ചെയ്യാൻ നമുക്ക് എത്ര എക്സ്പെൻസ് ഉണ്ടായോ ആ എക്സ്പെൻസും, അതുപോലെ തന്നെ അത് വിറ്റപ്പോൾ നമുക്ക് എത്ര കിട്ടിയോ അത് തങ്ങളുടെ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നതാണ് ഗ്രോസ് പ്രോഫിറ്റ്. ആ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്ന അക്കൗണ്ടിനെ വിളിക്കുന്ന പേര് ട്രേഡിംഗ് അക്കൗണ്ട് എന്നാണ്. അപ്പോൾ ആ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കും. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? അത് വിൽക്കാതിരിക്കുന്ന ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ കൂടെ പർച്ചേസ് കൂട്ടിയിട്ട് ഡയറക്റ്റ് എക്സ്പെൻസ് കൂടെ കൂട്ടിയിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കണം. അപ്പോൾ അവിടെ ഇക്വേഷൻ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതാണ് കേസ്. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എന്ത് കിട്ടും? യഥാർത്ഥത്തിൽ അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. അത് സെയിൽസുമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള അക്കൗണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട്. ഇനി ഈ പറഞ്ഞിരിക്കുന്ന ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പ്രോഫിറ്റ് അല്ല. ഇത് ഫാക്ടറിയിൽ ഉണ്ടാകുന്ന ലാഭം മാത്രമാണ്. ഈ സാധനങ്ങൾ വിൽക്കണമെങ്കിൽ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ഒരുപാട് എക്സ്പെൻസ് വേണം. ഒരു ഓഫീസ് വേണം, റെന്റ് വേണം, ലൈറ്റിംഗ് വേണം, സാലറി കൊടുക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഇതെല്ലാം കൊടുക്കുന്നതെല്ലാം ഈ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നാണ്. അപ്പോൾ ഈ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കുറച്ച് കിട്ടുന്ന സാധനത്തെ നമ്മൾ വിളിക്കുന്ന പേര് നെറ്റ് പ്രോഫിറ്റ് എന്നാണ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആണ് യഥാർത്ഥ പ്രോഫിറ്റ്. അപ്പോൾ ആ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിനെ വിളിക്കുന്ന പേര് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ്. ഒരു ബിസിനസിന്റെ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിനെ വിളിക്കുന്ന പേര് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ്. നെറ്റ് പ്രോഫിറ്റ് ഈസ് ദ നെറ്റ് റിസൾട്ട് ഓഫ് ട്രേഡിംഗ്. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻകംസ് ആൻഡ് എക്സ്പെൻസ്. ഇൻകത്തിന്റെയും എക്സ്പെൻസിന്റെയും ഡിഫറൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ് നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി. ഇനി ഈ രണ്ട് അക്കൗണ്ട് കൂടാതെ ഒരു ട്രേഡർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അസറ്റുകളുടെയും ലയബിലിറ്റിയുടെയും സ്റ്റേറ്റ്മെന്റാണ്. ഇത് പ്രിപ്പയർ ചെയ്യുന്ന സാമ്പത്തിക ഭദ്രത അറിയാൻ വേണ്ടിയാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്, ഫിനാൻഷ്യൽ സെറ്റപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഈ വർഷം ബിസിനസ് നിലനിൽക്കുന്നു, അടുത്ത വർഷവും അതിന്റെ അടുത്ത വർഷവും ബിസിനസ് നിലനിൽക്കുമോ എന്നുള്ളതിന്റെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് മനസ്സിലാക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ പറഞ്ഞല്ലോ, അസറ്റുകളും ലയബിലിറ്റീസോടെ എഴുതുന്നത്, അത് എഴുതുന്നത് ഒരു പ്രത്യേക പ്രയോറിറ്റി അനുസരിച്ചാണ്, അതിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് എഴുതുന്നത് കൊണ്ട് അതിനെ വിളിക്കുന്ന പേര് മാർഷലിംഗ് എന്നാണ്. പരീക്ഷ ചോദിക്കുന്നതാണ് മാർഷലിംഗ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഇവിടെ നമ്മൾ എഴുതുമ്പോഴത്തേക്ക് അതിനകത്ത് കറണ്ട് അസറ്റുമുണ്ട്, ഫിക്സഡ് അസറ്റുമുണ്ട്. അപ്പോൾ ഫിക്സഡ് അസറ്റ് നമ്മൾ ആദ്യം എഴുതിയാൽ പെർമനൻസി ഫോം എന്നും, കറണ്ട് അസറ്റുകളാണ് ആദ്യം എഴുതെങ്കിൽ അതിനെ ലിക്വിഡിറ്റി ഫോം എന്നും വിളിക്കും. അപ്പോൾ കറണ്ട് അസറ്റ് ആദ്യം എഴുതിയാൽ ലിക്വിഡിറ്റി ഫോം, അതേസമയം പെർമനന്റ് അസറ്റ് ആദ്യം എഴുതി കഴിഞ്ഞാൽ പെർമനൻസി ഫോം എന്ന് വിളിക്കും. അങ്ങനെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ഇതാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ട്രയൽ ബാലൻസിന്റെ ബാലൻസ് കൊണ്ടാണ്. ഈ ട്രയൽ ബാലൻസിന്റെ ബാലൻസ് എടുത്ത് എഴുതിയാണ് നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഐറ്റം വന്നാൽ അത് ട്രേഡിംഗ് അക്കൗണ്ടിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ ബാലൻസ് ഷീറ്റിലോ വരും. പക്ഷേ ഒരു പ്രശ്നം, ഈ ട്രയൽ ബാലൻസ് ഉൾപ്പെടുത്താൻ വിട്ടുപോയ ചില ഐറ്റംസ് ഉണ്ട്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം കണ്ടുപിടിക്കുന്ന ചില ഐറ്റംസ് ഉണ്ട്. ആ ഐറ്റംസ് എല്ലാം ഉൾപ്പെടുത്തുന്നതാണ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും. ഒന്ന് എന്ന് പറയുന്നത് ഒരു ട്രയൽ ബാലൻസ്, മറ്റൊന്നെന്ന് പറയുന്നത് കുറെ അഡ്ജസ്റ്റ്മെന്റുകളാണ്. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെന്റുകൾ കൂടി ചേർത്ത് നമ്മൾ ചെയ്യുന്നത്. ഈ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ട്രയൽ ബാലൻസ് എഴുതാൻ വിട്ടുപോയ ഐറ്റം അല്ലേ? അപ്പോൾ അതെന്ത് ചെയ്യണം? തീർച്ചയായിട്ടും ട്രയൽ ബാലൻസിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ നമ്മളെടുത്ത് ഫൈനൽ അക്കൗണ്ട് എഴുതണം. അപ്പോൾ രണ്ട് ട്രീറ്റ്മെന്റ് നടത്തണം. പക്ഷേ നമുക്കിവിടെ വേണ്ട ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്, ട്രയൽ ബാലൻസ് അല്ല. അതുകൊണ്ട് നമ്മൾ നേരിട്ട് ഈ രണ്ട് അഡ്ജസ്റ്റ്മെന്റുകൾ അങ്ങ് ഫൈനൽ അക്കൗണ്ടിൽ ചെയ്താൽ മതിയാവും. അങ്ങനെ ഫൈനൽ അക്കൗണ്ടിൽ നേരിട്ട് രണ്ട് ഐറ്റംസ് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്ക് അഡ്ജസ്റ്റ്മെന്റ് ആവും. അപ്പൊ അങ്ങനെ ഉള്ള അഡ്ജസ്റ്റ്മെന്റുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഒരു 10-12 അഡ്ജസ്റ്റ്മെന്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. അതും പരീക്ഷയ്ക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫൈനൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെന്റിൽ തരുന്ന ഐറ്റം എന്ന് പറയുന്ന ഒന്നാമത്തെ ഐറ്റം ക്ലോസിംഗ് സ്റ്റോക്കാണ്. അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസും തരാം, അഡ്ജസ്റ്റ്മെന്റിലും തരാം. ക്ലോസിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിലാണ് തരുന്നത് ഒരു സ്ഥലത്തേ വരുള്ളൂ. അത് അഡ്ജസ്റ്റ്മെന്റിൽ ട്രയൽ ബാലൻസിൽ തന്നു കഴിഞ്ഞാൽ അത് ബാലൻസ് ഷീറ്റ് അസറ്റ് എഴുതിയെടുക്കും. എന്നാൽ അഡ്ജസ്റ്റ്മെന്റിലാണ് ക്ലോസിംഗ് സ്റ്റോക്ക് തരുന്നതെങ്കിൽ നമ്മൾ രണ്ട് സ്ഥലത്തെടുക്കും. ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലും എടുക്കും, ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലും എടുക്കും. ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ അതിന്റെ ചോദ്യോത്തരമായിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇനി രണ്ടാമത്തെ കേസ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസാണ്. എന്താണ് ഈ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു എക്സ്പെൻസ് കൊടുക്കാനുള്ള സമയമായി, പക്ഷേ കൊടുത്തില്ല. അപ്പൊ എക്സ്പെൻസ് കൊടുക്കാനുള്ള സമയമായി കൊടുത്തില്ല. ഉദാഹരണത്തിന് എക്സ്പെൻസ് സാലറി 1000 കൊടുത്തു, ഇനി 500 രൂപ കൊടുക്കാനുണ്ട്, കൊടുത്തില്ല. അപ്പൊ യഥാർത്ഥ എക്സ്പെൻസ് എന്ന് പറയുന്നത് 1500. അതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ സാലറി എടുക്കുന്ന, അപ്പൊ സാലറി എടുത്താൽ 1000-ഓടൊപ്പം 500 രൂപ കൂടി 1500 എഴുതണം നമ്മൾ. എന്നിട്ട് ഈ 500 രൂപ കൊടുത്തില്ല, ലൈബിലിറ്റിയാണ്, ബാലൻസ് ഷീറ്റ് ലൈബിലിറ്റി സൈഡിൽ എടുക്കണം.
അങ്ങനെ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് വന്നാൽ അതാത് എക്സ്പെൻസിനോടൊപ്പം കൂട്ടി ബാലൻസ് ഷീറ്റ് ലയബിലിറ്റീസ് എഴുതിയെടുക്കും. ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്ന പ്രീപെയ്ഡ് എക്സ്പെൻസാണ്. മുൻകൂട്ടി നമ്മൾ എക്സ്പെൻസ് കൊടുക്കുന്നതിനെ വിളിക്കുന്ന പേര് പ്രീപെയ്ഡ് എക്സ്പെൻസാണ്. കൊടുക്കാനുള്ള സമയമായില്ല, പക്ഷേ കൊടുത്തു. അപ്പോൾ 1500 കൊടുത്തു, 500 രൂപ അഡ്വാൻസ് ആണ്. അപ്പോൾ ഈ വർഷത്തേക്കുള്ള യഥാർത്ഥ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 1000 ഉള്ളൂ. അപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് ഒന്ന് കുറയ്ക്കണം. അടുത്ത വർഷത്തേക്ക് ഇപ്പോഴേ കൊടുത്തിരിക്കുകയാണ്, അതുകൊണ്ട് അതിന് നമ്മൾ അസറ്റായിട്ട് എടുക്കാം. അപ്പോൾ ഒരു എക്സ്പെൻസ് കൊടുക്കാനുണ്ട്, കൊടുത്തില്ല, ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്. ഒരു എക്സ്പെൻസ് കൊടുത്തു പക്ഷേ ഡ്യൂ ആയില്ല, എക്സ്പെൻസ് പെയ്ഡ് ബട്ട് നോട്ട് ഡ്യൂ ഈസ് കാൾഡ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. ഇനി അതുപോലെ തന്നെ ഇൻകം നമുക്ക് കിട്ടാനുണ്ട്, കിട്ടിയില്ല, ഇൻകം ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്, കിട്ടേണ്ട സമയമായി കിട്ടിയില്ല, അപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, അതിന് അക്രൂഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ അക്രൂഡ് ഇൻകം വന്നാൽ അതാത് ഇൻകത്തോടൊപ്പം കൂട്ടും. കിട്ടിയേ പറ്റൂ എന്നെങ്കിലും നമുക്ക് അസറ്റാണ്, ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് ശരി കാണിക്കും. അപ്പോൾ അക്രൂഡ് ഇൻകം വന്നാൽ അതാത് ഇൻകത്തിൽ കൂട്ടി ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് ശരി കാണിക്കണം. ഇനി പ്രീപെയ്ഡ് എക്സ്പെൻസിന് പകരം ഇൻകം ആണെങ്കിൽ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്നേ പറയത്തുള്ളൂ. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഇൻകം അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചു വെച്ചേക്കാണ്, നമ്മൾ യഥാർത്ഥ ഇൻകം മാത്രമേ കാണിക്കാവൂ. അപ്പോൾ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കണം. ഇൻകത്തിൽ നിന്ന് കുറച്ചിട്ട് ഇത് അടുത്ത വർഷത്തേക്ക് ഇപ്പോഴേ വാങ്ങിച്ചു വെച്ചേക്കാണ്, അപ്പം മൊത്തത്തിന് ബാധ്യതയാണ്, ഇത് ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. അപ്പോൾ ഇത് എവിടെയൊക്കെ കാണിക്കും എന്നുള്ളത് പരീക്ഷയിൽ ചോദിക്കും. അപ്പോൾ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് പറഞ്ഞു, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് പറഞ്ഞു, പ്രീപെയ്ഡ് എക്സ്പെൻസ് പറഞ്ഞു, അക്രൂഡ് ഇൻകം പറഞ്ഞു, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് പറഞ്ഞു. ഇനി നമുക്കറിയേണ്ട ഡിപ്രീസിയേഷനാണ്. അതൊരു ചാപ്റ്റർ തന്നെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ അസറ്റിൽ നിന്നുണ്ടാകുന്ന കുറവാണ്. അസറ്റിന്റെ മേലുള്ള തേയ്മാനത്തെ വിളിക്കുന്ന പേര് ഡിപ്രീസിയേഷൻ എന്നാണ്. അത് ചെലവാണ്, ബിസിനസ് എക്സ്പെൻസ് ആണ്, നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കണം, നഷ്ടമാണ്. ബാലൻസ് ഷീറ്റ് അസറ്റിൽ കുറച്ച് കാണിക്കണം, അതാണ് ഡിപ്രീസിയേഷൻ. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ട്രേഡർ ക്യാപിറ്റൽ കൊണ്ടുവരുന്നാൽ ട്രേഡർ വേറെയാണ്, ബിസിനസ് വേറെയാണ്. അപ്പോൾ ട്രേഡർ ചെയ്യുന്ന ക്യാപിറ്റൽ കടം വാങ്ങിച്ച കണക്കാണ് ബിസിനസ്. അതുകൊണ്ട് തന്നെ ആ ബിസിനസ് അതിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. അങ്ങനെ ബിസിനസ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിനെ വിളിക്കുന്ന പേര് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നാണ്. ബിസിനസ്സിന് ചെലവാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ക്യാപിറ്റൽ കൊടുക്കാൻ നേരത്തെ ട്രേഡർക്ക് ക്യാപിറ്റലിനോടൊപ്പം കൂട്ടി കൊടുക്കണം. അതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കണം, ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ കൂട്ടി കൊടുക്കണം. ഇനി അതുപോലെ തന്നെ ഇയാൾ കൊണ്ടുവന്ന ക്യാപിറ്റലിൽ നിന്ന് സ്വന്തം ആവശ്യത്തിന് വിഡ്രാ ചെയ്താൽ അതിനെ വിളിക്കുന്ന പേര് ഡ്രോയിങ്സ് എന്നാണ്. അപ്പം ക്യാപിറ്റൽ ഇങ്ങോട്ട് ഇൻട്രസ്റ്റ് കിട്ടുമെങ്കിൽ ഡ്രോയിങ്സ് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം, അത് ബിസിനസ്സിന് ഇൻകമാണ്. അപ്പോൾ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് ചെയ്തെടുക്കുന്നത്. ബാലൻസ് ഷീറ്റിൽ ഡ്രോയിങ്സിനോടൊപ്പം കൂട്ടിയിട്ട് ക്യാപിറ്റൽ കുറച്ച് എഴുതും. ഇതാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മേജർ ഐറ്റമുണ്ട് ബാഡ് ഡെസിന്റെ അഡ്ജസ്റ്റ്മെന്റ്. ഒരു ബിസിനസ്സിൽ നമുക്ക് കിട്ടാനുള്ള മൊത്തം ഡെറ്റേഴ്സിന്റെ ഒരു ഭാഗം ഒരിക്കലും കിട്ടിയില്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ബാഡ് ഡെസ് എന്നാണ്. പാർട്ട് ഓഫ് ദ ഡെറ്റ് വിച്ച് ഈസ് ഇറക്കവറബിൾ, ഒരിക്കലും കവർ ചെയ്യാൻ പറ്റാത്ത ഡെറ്റേഴ്സിന്റെ ഭാഗത്തെ വിളിക്കുന്ന പേര് ബാഡ് ഡെസ് എന്നാണ്. അപ്പോൾ ഈ ബാഡ് ഡെസ് അഡ്ജസ്റ്റ്മെന്റിൽ തന്നാൽ നമ്മൾ ഡെറ്റേഴ്സിൽ കുറയ്ക്കും, പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് ഡെബിറ്റ് സൈഡ് ചെയ്യും. നഷ്ടമായതിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് ഡെബിറ്റ് സൈഡിലും ബാലൻസ് ഷീറ്റ് ആ ഡെറ്റേഴ്സിന് അത്രയും കുറയണ്ടേ, അപ്പോൾ കുറച്ച് കാണിക്കും. അപ്പോൾ ഡെറ്റേഴ്സ് ബാഡ് ഡെസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് ഡെബിറ്റ് സൈഡ്, ബാലൻസ് ഷീറ്റ് ഡെറ്റേഴ്സിൽ കുറയ്ക്കണം. ഇനി അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ഡെറ്റേഴ്സിന്റെ ഒരു ഭാഗം തരൂരിയത് സംശയം വരും. അങ്ങനെ തരൂരെന്ന് സംശയം വന്നാൽ അതിനെ വിളിക്കുന്ന പേര് ഡൗട്ട്ഫുൾ ഡേസ് എന്നാണ്. തരൂരെന്ന് അക്കൗണ്ട് എഴുതാത്തതുകൊണ്ട് ട്രേഡർ സ്വന്തം കയ്യിൽ നിന്ന് തന്നെ അത്രയും എമൗണ്ട് മാറ്റിവെക്കും മുൻകരുതലായിട്ട്. അതിനെ വിളിക്കുന്ന പേര് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡേസ് എന്നാണ്. അപ്പോൾ അതും നമുക്ക് കിട്ടത്തില്ല, നഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് ഡെബിറ്റ് സൈഡ് എഴുതും. അപ്പോൾ ബാഡ് ഡെസും പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡേസും പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് ഡെബിറ്റ് സൈഡ് എഴുതും. ഇനി പണ്ടെങ്ങോ കിട്ടാതെ നമ്മളിങ്ങനെ എഴുതി മാറ്റി വെച്ചിരുന്ന എമൗണ്ട്, കിട്ടാതിരുന്ന എമൗണ്ട് ഇപ്പം കിട്ടിയെന്നിരിക്കട്ടെ, അപ്പോൾ അത് ലാഭമായി മാറി, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എഴുതും. അപ്പം ബാഡ് ഡെസും അതുപോലെ തന്നെ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡേസ് ഇപ്പോഴത്തെ ആണെങ്കിൽ നമ്മൾ രണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസും ഡെബിറ്റ് സൈഡും, മുമ്പത്തെ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡേസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് സൈഡിൽ എഴുതും. പകരം എക്സ്പെൻസീവ് ഇൻകം കൊണ്ട് വ്യത്യാസം വരുത്തിയിട്ട് ആ വ്യത്യാസം എവിടെയെങ്കിലും എഴുതിയാലും മതിയാവും, അങ്ങനെയും ചെയ്യാം നമുക്ക്. അപ്പോൾ ഇവിടെ 52,000 രൂപ ഡെറ്റേഴ്സ് ഉണ്ട്, 2,000 ബാഡ് ഡെസ് ആണ്, 2,000 രൂപ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡേസ് മാറ്റി. ബാക്കി നമ്മൾ ഈ 48,000 ഉണ്ട്, അവർ കൃത്യമായി തരുന്നവരാണ്. അവരെ കൊണ്ട് കൃത്യമായി തരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? തീർച്ചയായും അവർക്ക് ഒരു പ്രചോദനം എന്നുള്ള രീതിയിൽ നമ്മൾ പറയും, ഇനി തരാനുള്ള മൊത്തം ഡെറ്റേഴ്സിന് 2% അല്ലെങ്കിൽ 1% നിങ്ങൾക്ക് തീർച്ചയായും ഞങ്ങൾ എന്ത് ചെയ്യാം? ഡിസ്കൗണ്ടായിട്ട് തരാം. അതിനുവേണ്ടി കയ്യിൽ നിന്ന് മാറ്റി വെച്ചേക്കുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് യഥാർത്ഥത്തിൽ എന്തെന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ്. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു എമൗണ്ട് ഉണ്ട്. ഡെറ്റേഴ്സ് കറക്റ്റായിട്ട് പൈസ തരികയാണെങ്കിൽ അവർക്ക് നമ്മൾ കൊടുക്കാമെന്ന് പറയുന്നതിനെ വിളിക്കുന്ന പേരാണ്, ഒരു ഡിസ്കൗണ്ട് കൊടുക്കാമെന്ന് പറയുന്നതാണ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ്. അത് മാറ്റി വെച്ചിരിക്കുകയാണ് നമ്മൾ. ഇനി നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ചില സമയത്ത് ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടർ സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ, അല്ലേ? നമ്മൾ വാങ്ങിച്ച സാധനത്തിന്റെ ഒരു ഭാഗം പരസ്യത്തിന് വേണ്ടി ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതാണ് ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടർ ആസ് ഫ്രീ സാമ്പിൾസ്. സത്യത്തിൽ പരസ്യമാണല്ലോ, അപ്പോൾ അഡ്വർടൈസ്മെന്റ് ആയിട്ട് വരണം. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് ഡെബിറ്റ് സൈഡ് ചെയ്ത് അഡ്വർടൈസ്മെന്റ് ആയിട്ട് വരണം. അതോടൊപ്പം തന്നെ പർച്ചേസിൽ കുറയണം. അപ്പോൾ ഈ ജേർണലിന് ചോദിക്കും, അങ്ങനെ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഫ്രീ സാമ്പിൾ എന്ന് പറഞ്ഞാൽ എവിടെ ഡെബിറ്റ് ചെയ്യും, എവിടെ ക്രെഡിറ്റ് ചെയ്യും?
ഡ്രോയിങ്സിൽ ഈ പറഞ്ഞ അഡ്വർടൈസ്മെന്റിലാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. അതേസമയം പർച്ചേസിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും, കുറയ്ക്കും. അതാണ്, അത് മനസ്സിലായി. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഗുഡ്സ് നമ്മൾ സൂക്ഷിച്ചു വെച്ചേക്കുന്ന ഗോഡൌണിൽ തീ പിടിച്ചു എന്നിരിക്കട്ടെ. നമ്മളിരിക്കുന്ന ഗോഡൌണിൽ ഗുഡ്സ് വെച്ചേക്കുന്ന ഗോഡൌണിൽ തീ പിടിച്ചു, നമുക്ക് 10,000 രൂപയുടെ നഷ്ടം വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എത്ര രൂപയുടെ നഷ്ടം വന്നാൽ അത്രയും രൂപ നമുക്ക് എന്ത് ചെയ്തു? ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കൊണ്ടുവന്ന് നമ്മൾ എഴുതി. എന്തിനാ ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നത്? അതുണ്ടായിരുന്നെങ്കിൽ വിറ്റാൽ ലാഭം കിട്ടുമല്ലോ, അതുകൊണ്ട് അത് ക്രെഡിറ്റ് സൈഡിൽ കൊണ്ടുവന്ന് എഴുതി. എന്നിട്ട് ഇൻഷുറൻസ് കമ്പനി വിളിച്ച് പറഞ്ഞു, ഞങ്ങൾ ഈ ഗുഡ്സ് നഷ്ടപ്പെട്ടു പോയി, നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയുടെ ഇത് നമ്മൾ ഇൻഷുർ ചെയ്തതാണ്, അതുകൊണ്ട് നിങ്ങൾ ക്ലെയിം തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇൻഷുറൻസ് കമ്പനിക്കാർ വന്ന് നോക്കിയതിന് ശേഷം അവർ 8,000 രൂപ തരാമെന്ന് പറഞ്ഞു. തന്നില്ല, തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ലാസ്റ്റ് ഡേയിലാണ്. അപ്പോൾ തരാമെന്ന് പറഞ്ഞാൽ കിട്ടും, ഭാവിയിൽ കിട്ടും, തീർച്ചയായിട്ടും അത് അസറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിൽ തരാമെന്ന് പറഞ്ഞ ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിൽ ഇപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി. 10,000 രൂപയുടെ നഷ്ടം വന്നു. 8,000 രൂപയാണ് യഥാർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്ത് ഇൻഷുറൻസ് കമ്പനി തന്നത്. 2,000 തന്നില്ല. 2,000 നമ്മൾ വിളിക്കുന്ന പേരാണ് യഥാർത്ഥ നഷ്ടം. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിച്ചു. യഥാർത്ഥ നഷ്ടം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. അപ്പോൾ അവിടെയും മനസ്സിലായി നമുക്ക്. ഇതാണ് നമുക്ക് ലോസ് ഓഫ് സ്റ്റോക്ക് ബൈ ഫയർ എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ ഈ അഡ്ജസ്റ്റ്മെന്റുകളെല്ലാം എടുത്ത് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് ട്രേഡർ തന്റെ പ്രോഫിറ്റോ ലോസോ കണ്ടുപിടിക്കും. അതാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് പറയേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താ ചെയ്യുന്നത്? നമ്മൾ അടുത്ത് വന്നേക്കുന്നത് പല ചാപ്റ്റേഴ്സ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഇനി നമ്മൾ ഡിപ്രീസിയേഷനെ കുറിച്ച് പറഞ്ഞു. എന്താ ഡിപ്രീസിയേഷൻ? അസറ്റിന്റെ തേയ്മാനമാണ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്? അത് നാച്ചുറൽ വിയർ ആൻഡ് ടിയർ, പാസേജ് ടൈം, ഒബ്സലസൻസ്, ദെൻ ആക്സിഡന്റ്. ഈ 4 കാരണങ്ങൾ കൊണ്ടാണ്. എന്തിനാണ് ബിസിനസ്സിൽ നമ്മൾ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്? അല്ലെ, കറക്റ്റായിട്ട് റിസൾട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി, ബിസിനസിന്റെ സാമ്പത്തിക ഭദ്രത കണ്ടുപിടിക്കാൻ വേണ്ടി, അസറ്റിനെ കറക്റ്റ് സമയത്ത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി, ടാക്സ് ബർഡൻ കുറയ്ക്കാൻ വേണ്ടി. ഈ പറഞ്ഞ കാരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും പ്രൊവൈഡ് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ ബിസിനസ് എക്സ്പെൻസ് ആണ്, നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. ഇത് റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ കറക്റ്റ് പ്രോഫിറ്റ് നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും അത് റെക്കോർഡ് ചെയ്യണം, നിർബന്ധമായിട്ടും നമ്മൾ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇനി അങ്ങനെയുള്ള ഈ പറഞ്ഞിരിക്കുന്ന ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ട് നമുക്കിത് ചെയ്യേണ്ട ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ട മെത്തേഡുകളുണ്ട്. പല മെത്തേഡുകളുണ്ട്. അതേതൊക്കെ മെത്തേഡാ? ഒന്ന് ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ്. ഒരു അസറ്റ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒറിജിനൽ കോസ്റ്റ് എത്രയാണോ അതിന്റെ നിശ്ചിത ശതമാനം ഡിപ്രീസിയേഷൻ എല്ലാ വർഷവും നമ്മൾ എന്ത് ചെയ്യും? മാറ്റിവെക്കും. അങ്ങനെ നിശ്ചിത ശതമാനം മാറ്റിവെക്കുന്നതിനെ വിളിക്കുന്ന പേര് ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് എന്നാണ്. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന അസറ്റിന്റെ യഥാർത്ഥ വിലയിൽ നിന്നാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് എന്നാണ്. എല്ലാ വർഷവും ഒരു ഫിക്സഡ് എമൗണ്ട് ആയതുകൊണ്ട് അതിന്റെ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് എന്ന് നമ്മൾ വിളിക്കും. ഇവിടെ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. കോസ്റ്റിൽ നിന്ന് സ്ക്രാപ്പ് കുറച്ച് നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ഡിപ്രീസിയേഷൻ കാണാൻ നമുക്കൊരു ഫോർമുലയുണ്ട്. ടോട്ടൽ കോസ്റ്റ് എത്രയാണോ അതിൽ നിന്ന് സ്ക്രാപ്പ് വാല്യൂ ഉണ്ടെങ്കിൽ അത് കുറച്ചിട്ട് അത് എത്ര വർഷമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഡിപ്രീസിയേഷന്റെ എമൗണ്ട് കിട്ടും. സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കറിയാം അവസാനമുള്ള റെസിഡിയൽ വാല്യൂ ആണ്. അവസാനം വരുന്ന സാൽവേജ് വാല്യൂ അല്ലെങ്കിൽ റെസിഡിയൽ വാല്യൂ ആണ്. ആക്രി വിലയെന്ന് നമ്മൾ പറയും. അങ്ങനെ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാം. അങ്ങനെ ഒറിജിനൽ കോസ്റ്റിൽ നിന്നാണ് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നതെങ്കിൽ ഡിപ്രീസിയേഷൻ ഒരേ എമൗണ്ട് തന്നെയായിരിക്കും എല്ലാ വർഷവും വരുന്നത്. ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. അതുമല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് മെത്തേഡ് എന്ന് വിളിക്കും, ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് എന്ന് വിളിക്കും. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്ന റിട്ടേൺ ഡൗൺ വാല്യൂ അല്ലെങ്കിൽ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. ഇവിടെ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നത് ഓരോ വർഷവും ബുക്ക് വാല്യൂ അനുസരിച്ചാണ്. കുറഞ്ഞു വരുന്ന വാല്യൂനാണ്. 10,000 രൂപയുടെ അസറ്റ് നമ്മൾ 10% ഡിപ്രീസിയേഷൻ ആദ്യം മാറ്റി വെച്ചു. അപ്പോൾ 1,000 രൂപയാണ്. അത് കുറച്ച് കിട്ടുന്ന വാല്യൂ 9,000 അതിന്റെ 10% 900 രൂപയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അടുത്ത വർഷം പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ കുറഞ്ഞു വരുന്ന ബുക്ക് വാല്യൂവിനാണ് നമ്മൾ കാണുന്നതെങ്കിൽ അതിന് വിളിക്കുന്ന പേര് റിട്ടേൺ ഡൗൺ വാല്യൂ അല്ലെങ്കിൽ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് എന്നാണ്. അതാണ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ മെത്തേഡിനെ വിളിക്കുന്ന പേര് ആനുറ്റി മെത്തേഡ് എന്നാണ്. ഒരു ആനുറ്റി ടേബിളിന്റെ സഹായത്താൽ നമ്മൾ ഡിപ്രീസിയേഷൻ കാണുകയും ആ എമൗണ്ട് ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് സെക്യൂരിറ്റി ഇൻവെസ്റ്റ് ചെയ്യുന്ന സംവിധാനത്തിൽ വിളിക്കുന്ന പേര് ആനുറ്റി മെത്തേഡ് എന്നാണ്. നാലാമത്തെ മെത്തേഡ് ഡിപ്രീസിയേഷൻ ഫണ്ട് മെത്തേഡ് എന്നാണ്. ഡിപ്രീസിയേഷന് തുല്യമായ ഒരു എമൗണ്ട് എല്ലാ വർഷവും നമ്മൾ മാറ്റിവെക്കും. ആ എമൗണ്ട് ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് സെക്യൂരിറ്റി കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യും. ഓരോ വർഷവും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് കിട്ടും. ആ ഇൻട്രസ്റ്റും അടുത്ത വർഷത്തെ ഡിപ്രീസിയേഷൻ ചേർത്ത് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് അസറ്റിന്റെ വാല്യൂ തീരുന്ന സമയം വരെ എന്ത് ചെയ്യും? ഇൻവെസ്റ്റ് ചെയ്യും. അസറ്റിന്റെ വാല്യൂ തീരുന്ന സമയത്ത് ആ നിമിഷം ഈ ഇൻവെസ്റ്റ്മെന്റ് വിൽക്കും. അത് ഉപയോഗിച്ച് അസറ്റിനെ റീപ്ലേസ് ചെയ്യും. ആ മെത്തേഡിനെ വിളിക്കുന്ന പേര് ഡിപ്രീസിയേഷൻ ഫണ്ട് മെത്തേഡ് എന്നാണ്. അപ്പോൾ നാലാമത്തെ മെത്തേഡായി. ഇനി അഞ്ചാമത്തെ മെത്തേഡ് ഇൻഷുറൻസ് പോളിസി മെത്തേഡാണ്. അസറ്റിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഡിപ്രീസിയേഷന് തുല്യമായ എമൗണ്ട് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ട് അതിന്റെ പ്രീമിയമായിട്ട് അടയ്ക്കും. അങ്ങനെ ഒരു പീരീഡിലേക്ക് എടുത്തതിന് ശേഷം അസറ്റിന്റെ വാല്യൂ എപ്പോഴാണോ തീരുന്ന ഇൻഷുറൻസ് പോളിസി വിൽക്കും. എന്നിട്ട് അത് വിറ്റ് അത് റിയലൈസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? അസറ്റിനെ റീപ്ലേസ് ചെയ്യും. അതാണ് ഇൻഷുറൻസ് പോളിസി മെത്തേഡ്.
ഇനി റീവാലുവേഷൻ മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡുണ്ട്. നമുക്ക് കൃത്യമായിട്ട് വാല്യൂ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ കന്നുകാലികൾ, ലൈഫ് സ്റ്റോക്ക്, അതുപോലെ ലൂസ് ടൂൾസ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് ഡിപ്രീസിയേഷൻ കണക്കാക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിന്റെ ക്ലോസിംഗ് വാല്യൂം ഓപ്പണിംഗ് വാല്യൂം നിങ്ങൾ കമ്പയർ ചെയ്ത് ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിപ്രീസിയേഷൻ ആയിട്ട് പരിഗണിക്കുന്നത്. അപ്പൊ അതിനെ വിളിക്കുന്ന പേര് റീവാലുവേഷൻ മെത്തേഡ് എന്നാണ്. ഇനി വെഹിക്കിളൊക്കെ ആണെങ്കിൽ നമ്മൾ മൈലേജ് മെത്തേഡ്, അങ്ങനെ പല മെത്തേഡുകൾ ഉപയോഗിക്കും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെത്തേഡുകൾ ഇതൊക്കെയാണ്. അവിടെ നമ്മൾ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. എന്താണ് റിസർവ്, എന്താണ് പ്രൊവിഷൻ? പരീക്ഷ ചോദിക്കുന്നതാണ് ഉറപ്പായിട്ടും. റിസർവ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു, സാധാരണ കേസിൽ പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രോഫിറ്റിന്റെ ഒരു ഭാഗം അപ്രോപ്രിയേറ്റ് ചെയ്ത് മാറ്റിവെക്കുന്നതിന് വിളിക്കുന്ന പേര് റിസർവ് എന്നാണ്. പ്രോഫിറ്റിന്റെ അപ്രോപ്രിയേഷൻ ആണ് എന്ന് പറയുന്ന റിസർവ് എന്ന് പറയുന്ന. ബിസിനസ്സിൽ നമുക്ക് പല കണ്ടിജൻസി വരാം, പല എക്സിജൻസി വരാം. അപ്രതീക്ഷിതമായി എന്തെങ്കിലും പ്രതിസന്ധികൾ വന്നാൽ അതിനെ തരണം ചെയ്യാൻ വേണ്ടി ഓരോ വർഷത്തെ പ്രോഫിറ്റിൽ നിന്നും കുറച്ച് പ്രോഫിറ്റ് മാറ്റിവെച്ചേക്കുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഈ റിസർവ് എന്ന് പറയുന്നത്. പക്ഷേ പ്രോഫിറ്റ് ഉണ്ടെങ്കിലേ മാറ്റിവെക്കാൻ പറ്റുകയുള്ള ഈ റിസർവ് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ക്യാപിറ്റൽ റിസർവ് എന്നും റവന്യൂ റിസർവ് എന്നും. എന്താണ് ഈ ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത്? ക്യാപിറ്റൽ പ്രോഫിറ്റിന്റെ ഒരു ഭാഗം മാറ്റിവെച്ചാൽ ക്യാപിറ്റൽ റിസർവ്. അപ്പൊ എന്താ ക്യാപിറ്റൽ പ്രോഫിറ്റ്? ട്രേഡിംഗ് അല്ലാത്ത പ്രോഫിറ്റ്. അതേത് പ്രോഫിറ്റാണ്? അസറ്റുകൾ വിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ലാഭം, ഷെയറുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലാഭം. അങ്ങനെ ട്രേഡിംഗ് അല്ലാതെ വേറെ ഏതെങ്കിലും മാർഗത്തിലൂടെ നമുക്ക് ലാഭം ഉണ്ടായാൽ അതിനെ ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് വിളിക്കും. ആ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഒരു ഭാഗം നമ്മുടെ റിസർവായിട്ട് മാറ്റിവെച്ചാൽ ക്യാപിറ്റൽ റിസർവ്. എന്നാൽ ട്രേഡിംഗ് കൺസേണിൽ ട്രേഡിംഗ് നടത്തി കിട്ടുന്ന പ്രോഫിറ്റിനെ ട്രേഡിംഗ് പ്രോഫിറ്റ് എന്ന് വിളിക്കും, റവന്യൂ പ്രോഫിറ്റ് എന്ന് വിളിക്കും. ആ പ്രോഫിറ്റിന്റെ ഒരു ഭാഗം നമ്മൾ മാറ്റിവെച്ചാൽ റവന്യൂ റിസർവ് എന്ന് വിളിക്കും. എന്തായാലും ശരി തന്നെ, പ്രോഫിറ്റ് ഉണ്ടെങ്കിലേ റിസർവ് മാറ്റിവെക്കൂ. അങ്ങനെ റിസർവ് പ്രോഫിറ്റ് ഉള്ളപ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ റിസർവ് മാറ്റിവെക്കും. അതിനെയാണ് ക്യാപിറ്റൽ റിസർവ് അല്ലെങ്കിൽ റവന്യൂ റിസർവ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ പ്രൊവിഷൻ എന്ന് പറയുന്നത്? പ്രൊവിഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു മുൻകരുതലാണ്. നമുക്ക് പ്രതീക്ഷിക്കുന്ന, നമുക്ക് അറിയാവുന്ന ഒരു ലയബിലിറ്റി, ആ ലയബിലിറ്റി ചിലപ്പോൾ നമുക്ക് നഷ്ടമായി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനെതിരെ നമ്മൾ ചാർജായിട്ട് കയ്യിൽ നിന്ന് മാറ്റിവെക്കുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് പ്രൊവിഷൻ. സോ പ്രൊവിഷൻ ഒരു മുൻകരുതലാണ്. നമുക്കറിയാവുന്ന ഒരു ലയബിലിറ്റിക്ക് വേണ്ടി നമ്മൾ കയ്യിൽ നിന്ന് മാറ്റിവെക്കുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേര് പ്രൊവിഷൻ എന്നാണ്. ഇത് പ്രോഫിറ്റിന് ഒരു ചാർജാണ്. പ്രോഫിറ്റ് ഉണ്ടോ ഇല്ലയോ ഈ എമൗണ്ട് മാറ്റി വെച്ചിരിക്കും നമ്മൾ. ഉദാഹരണത്തിന് നമുക്ക് സംശയം, ഡെറ്റേഴ്സിന്റെ ഒരു ഭാഗം കിട്ടൂല്ലെന്ന് സംശയം. അപ്പൊ അത്ര എമൗണ്ട് നമ്മൾ കയ്യിൽ നിന്ന് മാറ്റി വയ്ക്കും, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. അപ്പൊ നമുക്ക് അറിയാം ഒരു നോൺ ലൈബിലിറ്റിയാണ് പ്രൊവിഷന് വേണ്ടി മാറ്റിവെക്കുന്നത്. അതേസമയം റിസർവ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടാ ഏത് ലൈബിലിറ്റി വരുമെന്ന് അറിഞ്ഞുകൂടാ. വരുന്ന സമയത്ത് നമ്മൾ മീറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കുന്നതാണ്. അപ്പൊ ഒരു അൺനോൺ ലൈബിലിറ്റിക്ക് വേണ്ടി മാറ്റിവെക്കുന്നതാണ് റിസർവ്. ഒരു നോൺ ലൈബിലിറ്റിക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് പ്രൊവിഷനാണ്. അതാണ് എൻ്റെ കേസ്. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ റിസർവ് മാറ്റിവെക്കൂ, പ്രോഫിറ്റ് ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മൾ പ്രൊവിഷൻ മാറ്റിവെക്കും. ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു സംഭവം. ഇതാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇത്രയേ അതിൽ നിന്ന് ചോദിക്കാനുള്ള സാധ്യത നമുക്കുള്ളത്. അപ്പൊ അത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട കേസാണ്. ഇനി നമുക്കറിയേണ്ടത് എന്താണ് ഈ വോയേജ് അക്കൗണ്ട് എന്നാണ്. ഞാൻ അവസാനം പഠിപ്പിച്ചതാണ് വോയേജ് അക്കൗണ്ടാണ്. അപ്പൊ വോയേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര എന്നാണ്, ജേണി എന്നാണ്. അപ്പോൾ ഒരു ഷിപ്പിംഗ് കമ്പനിയാണ് വോയേജ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഷിപ്പിംഗ് കമ്പനിയുടെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാമല്ലോ, പാസഞ്ചേഴ്സിനെയും കാർഗോയും ഒരു പോർട്ടിൽ നിന്ന് മറ്റൊരു പോർട്ടിലേക്ക് എത്തിക്കുക. അങ്ങനെ ഗുഡ്സ് കയറ്റി അയക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ട്രിപ്പ് ട്രാവൽ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ട്രിപ്പ്. ഒരു സ്ഥലത്തേക്ക് മാത്രം പോയാലല്ല, പോയി വരുന്നതിനെയാണ് നമ്മൾ ട്രിപ്പ് എന്ന് പറയുന്നത്. ചില സമയത്ത് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല, അപ്പോൾ നമുക്ക് അക്കൗണ്ട് കീപ്പ് ചെയ്യേണ്ടി വന്നാൽ അതിനെ വിളിക്കുന്ന പേര് വോയേജ് ഇൻ പ്രോഗ്രസ് എന്നാണ്. അതിനെ വിളിക്കുന്ന പേര് വോയേജ് ഇൻ പ്രോഗ്രസ് എന്നാണ്. അങ്ങനെ ഒരു വോയേജ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ചില ഐറ്റംസ്, പ്രത്യേക ഐറ്റംസ് ആണ് അതിനകത്ത് റെക്കോർഡ് ചെയ്യുന്നത്. അതേതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ പറയുന്ന ഐറ്റംസ് ആണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. അതാണ് പരീക്ഷ ചോദിക്കുന്നത്. ഒന്ന് ഫ്ലൈറ്റാണ്. എന്താണ് ഈ ഫ്ലൈറ്റ് എന്ന് പറയുന്ന? ഒരു ഷിപ്പില് കാർഗോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ഒരു പോർട്ടിൽ നിന്ന് മറ്റൊരു പോർട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി വാങ്ങുന്ന ചാർജിനെ വിളിക്കുന്ന പേരാണ് ഫ്ലൈറ്റ്. അത് ആരുടെ പ്രോഡക്റ്റ് ആണോ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ കാർഗോണോ കൊണ്ടുപോകുന്നത്, അവരെ നിന്ന് ഷിപ്പിംഗ് കമ്പനി ഈടാക്കുന്നതാണ്. ഷിപ്പിംഗ് കമ്പനിയുടെ മേജർ വരുമാനത്തിലൊന്നാണ് എന്ന് പറയുന്ന ഫ്ലൈറ്റ് എന്ന് പറയുന്ന. സോ ചാർജ്ഡ് ഫോർ ക്യാരിയിങ് ദ കാർഗോ ക്യാരി ചെയ്യുന്നതിന് വേണ്ടി ഷിപ്പിംഗ് കമ്പനി ചാർജ് ചെയ്യുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ഈ ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഇൻകമാണ് തീർച്ചയായിട്ടും. അതുകൊണ്ട് വോയേജ് അക്കൗണ്ടിനെ ഡിസൈഡ് ചെയ്തും അത് നോമിനൽ അക്കൗണ്ടാണ്. വോയേജ് അക്കൗണ്ട് നോമിനൽ അക്കൗണ്ടാണ്. വോയേജിന്റെ ലാഭമോ നഷ്ടമോ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഇൻകം എല്ലാം ക്രെഡിറ്റ് ചെയ്യണം, എക്സ്പെൻസ് എല്ലാം ഡെബിറ്റ് ചെയ്യണം. ഇപ്പൊ ഫ്ലൈറ്റ് ഇൻകമാണ്, അതൊക്കെ ഡിസൈഡ് ചെയ്ത്. ഇനി കാർഗോ മാത്രമല്ല കൊണ്ടുപോകണം, പാസഞ്ചേഴ്സിനെയും കൊണ്ടുപോകും. അപ്പൊ പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകും, പാസഞ്ചേഴ്സിന്റെ നിന്ന് വാങ്ങുന്ന ചാർജ് വരുമാനമാണ്. അതിനെ വിളിക്കുന്ന ഒരു പാസേജ് മണി എന്നാണ്. അപ്പൊ പാസേജ് മണി എന്ന് പറയുന്നത് വരുമാനമാണ്. അതും വോയേജ് അക്കൗണ്ടൊക്കെ ഡിസൈഡ് കാണിക്കും. ഇനി അതുപോലെ തന്നെ നമ്മൾ എന്താ ചെയ്ത, ഈ സാധനങ്ങൾ വളരെ സേഫായിട്ട് അവിടെ എത്തിക്കുന്നതിന് വേണ്ടി ഈ ഫ്ലൈറ്റിന്റെ മേൽ ഒരു അഡീഷണൽ ചാർജ് ഈടാക്കും, സർചാർജ്. അതിനെ വിളിക്കുന്ന പേര് പ്രിമേജ് എന്നാണ്. അപ്പൊ പ്രിമേജ് എന്ന് പറയുന്നതും അത് വളരെ ഇൻകമാണ്. അത് വോയേജ് അക്കൗണ്ട് ഡിസൈഡ് കാണിക്കും.
അപ്പോൾ വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളായി ഫ്രൈറ്റ് ഉണ്ട്, പാസേജ് മണി ഉണ്ട്, അതുപോലെ തന്നെ പ്രീമിയേജ് ഉണ്ട്. ഈ 3 കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തു? വോയേജ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഇനി ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെ കാണിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പെൻസുകളാണ്. അത് ഏതൊക്കെയാണ് അതിന്റെ എക്സ്പെൻസ് എന്ന് ചോദിച്ചാൽ ഒന്ന് അഡ്രസ് കമ്മീഷനാണ്. എന്താണ് അഡ്രസ് കമ്മീഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷിപ്പിംഗ് കമ്പനി ബിസിനസ് പിടിച്ചു തരണ്ടേ? അങ്ങനെ ബിസിനസ് പിടിച്ചു തരാൻ വേണ്ടി അതിനകത്ത് എന്തുണ്ട്? ശരിക്കും ചാർട്ടർമാരുണ്ട്, ചാർട്ടർ ചെയ്ത് കൊണ്ടുവരത്തില്ലേ, അവരുണ്ട്, ബ്രോക്കറുണ്ട്, അതുപോലെ ഏജന്റുമാരുണ്ട്. അപ്പൊ അവർക്ക് ബിസിനസ് കൊണ്ടുവരുന്നതിന് കൊടുക്കുന്ന കമ്മീഷനാണ് അഡ്രസ് കമ്മീഷൻ. ഫ്രൈറ്റിന്റെയും അതുപോലെ പ്രീമിയത്തിന്റെയും ഒരു നിശ്ചിത പെർസെന്റേജ് അവർക്ക് എന്ത് കൊടുക്കും? നമ്മൾ അവർക്ക് കമ്മീഷനായിട്ട് കൊടുക്കും. അതാണ് അഡ്രസ് കമ്മീഷൻ. ചെലവാണ് ഡെബിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ പോർട്ട് ചാർജസ്, ഷിപ്പ് പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി, ഷിപ്പ് അടുക്കുന്നതിന് വേണ്ടി പോർട്ട് അതോറിറ്റിക്ക് ഷിപ്പിംഗ് കമ്പനി കൊടുക്കുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് പോർട്ട് ചാർജസ്. അതും ചെലവാണ്. അതും നമ്മൾ ഡെബിറ്റ് സൈഡ് ചെയ്യണം. തീർച്ചയായിട്ടും നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ അതും നമുക്ക് നിർബന്ധമായിട്ടും ചെയ്യണം. ഇനി അതുകൊണ്ട് ബങ്കർ ചാർജ് എന്ന് പറയുന്നത് ഷിപ്പിനകത്ത് തീർച്ചയായും എന്തുണ്ട്? ഒരു പ്ലേസ് ഉണ്ട്, അവിടെയാണ് നമ്മൾ പെട്രോള്, ഡീസൽ, വാട്ടർ ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതിന് ചെലവാകുന്ന എക്സ്പെൻസ് നമ്മൾ ബങ്കർ കോസ്റ്റ് എന്ന് വിളിക്കുന്ന അത് നമ്മൾ വോയേജ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സ്റ്റിവൻഡറിംഗ് ചാർജ് എന്ന് പറയുന്ന ചാർജ് ഉണ്ട്. എന്താ ഈ സ്റ്റിവൻഡറിംഗ് ചാർജ് എന്ന് പറയുന്നത്? അല്ലെ, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ആണ്. സാധനങ്ങൾ ഷിപ്പിലേക്ക് കയറ്റിറക്കി ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുന്ന കൂലിയെ വിളിക്കുന്ന പേരാണ് സ്റ്റിവൻഡറിംഗ് ചാർജ്. അപ്പൊ ആ ചാർജ് എന്ന് പറയുന്നത് നമുക്ക് എക്സ്പെൻസ് ആണ്. അതും നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഇനി അതുപോലെ തന്നെ പ്രോഗ്രസിലാണ്, ഒരു സൈഡിലേക്ക് മാത്രമുള്ള എക്സ്പെൻസ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളെങ്കിൽ മൊത്തം എക്സ്പെൻസിന് വോയേജ് ഇൻ പ്രോഗ്രസ് കുറച്ചിട്ട് ബാക്കിയുള്ളതാണ് നമ്മൾ അവിടെ എടുക്കേണ്ടത്. ഇങ്ങനെ എടുത്ത് വോയേജ് അക്കൗണ്ടിനകത്ത് റെക്കോർഡ് ചെയ്ത് ടാലി ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡിഫറൻസ് ആണ് വോയേജിന്റെ ലാഭമോ നഷ്ടമോ എന്ന് പറയുന്നത്. അതാണ് വോയേജ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് നമുക്കറിയേണ്ട കേസ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് വളരെ എളുപ്പത്തിൽ നമ്മൾ പറയുന്ന കേസ്. അപ്പൊ വോയേജ് തീർന്നു, ഡിപ്രീസിയേഷൻ തീർന്നു. ഇനി നമുക്കറിയേണ്ടത് അടുത്ത ഒരു ചാപ്റ്റർ എന്ന് പറയുന്ന കോസ്റ്റിംഗുമായി ബന്ധപ്പെട്ട കേസാണ്. അപ്പം എന്താണ് ഈ കോസ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, കോസ്റ്റ് എന്ന് പറയുന്ന സംഭവം നമുക്കറിയാം. കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിനുണ്ടായ ചെലവിനെയാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെലവാക്കുന്നതിനെ വിളിക്കുന്ന പേരാണ്, അത് കണ്ടുപിടിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റിംഗ്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുണ്ടായ എക്സ്പെൻസിനെ കോസ്റ്റ് എന്ന് വിളിക്കും. ഈ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കിനെ വിളിക്കുന്ന പേര് കോസ്റ്റിംഗ് എന്നാണ്. ഈ എക്സ്പെൻസുകളെല്ലാം അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്താൽ അത് കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മാനുഫാക്ചറിങ് കൺസേണിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ പല ടൈപ്പ് മാനുഫാക്ചറിങ് കൺസേൺസ് ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാം പ്രത്യേക തരത്തിലുള്ള കോസ്റ്റിംഗ് മെത്തേഡുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിലൊരു മെത്തേഡാണ് യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. എന്താണ് യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന? ഒരു പർട്ടിക്കുലർ യൂണിറ്റ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാക്ടറിയിലൊക്കെ ഉപയോഗിക്കുന്ന കോസ്റ്റിംഗ് സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ഈ യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ബാച്ചായിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഐഡന്റിക്കൽ പ്രോഡക്റ്റ് ആണെന്നിരിക്കട്ടെ. അപ്പൊ ഐഡന്റിക്കൽ പ്രോഡക്റ്റ് ബാച്ചായിട്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതൊരു പ്രത്യേക ഓർഡറിന് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറയും നമ്മൾ. അത് ബാച്ച് കോസ്റ്റിംഗ് ആണ്. അപ്പൊ യൂണിറ്റ് കോസ്റ്റിംഗ് ആയി, ബാച്ച് കോസ്റ്റിംഗ് ആയി. ഇനി പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എത്തുന്നതിന് മുമ്പ് പല പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ അവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ് കോസ്റ്റിംഗ് ആണ്. ഇനി വലിയ വലിയ ഡാമോ അല്ലെങ്കിൽ ബ്രിഡ്ജോ അല്ലെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ 4-5 വർഷമെടുത്തായിരിക്കും തീർക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കോൺട്രാക്ട് ബേസിൽ ചെയ്യുന്ന ഫാക്ടറിയിലൊക്കെയാണ്, അല്ലെങ്കിൽ കൺസ്ട്രക്ഷനിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷനിലാണെങ്കിൽ കോൺട്രാക്ട് അക്കൗണ്ടിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് പല രീതിയിലുള്ള മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ഉണ്ട്. അതെല്ലാം ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗിൽ ഏതെങ്കിലും ഒന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്ന, ഈ പ്രോഡക്റ്റിനെ സംബന്ധിച്ച് ഒരു പ്രോഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് എലമെന്റ്സ് ഉണ്ട്, എലമെന്റ് ഓഫ് കോസ്റ്റ് ഉണ്ട്. ആ എലമെന്റ് ഓഫ് കോസ്റ്റ് ഏതൊക്കെയെന്ന് വെച്ചാൽ മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് ആണ് ഇതിന്റെ എലമെന്റ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് മെറ്റീരിയൽ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു പ്രോഡക്റ്റിന്റെ മേജർ പാർട്ടാണ്, മെയിൻ പാർട്ടാണ്. അപ്പൊ ഒരു പ്രോഡക്റ്റിന്റെ മെയിൻ പാർട്ട് ഫോം ചെയ്യുന്നതിന് വിളിക്കുന്ന പേര് മെറ്റീരിയൽ എന്നാണ്. ഈ മെറ്റീരിയൽ നമുക്ക് എത്ര ആയെന്ന് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാൽ അതിന് വിളിക്കുന്ന പേര് ഡയറക്റ്റ് മെറ്റീരിയൽ എന്നും, അങ്ങനെ പറ്റിയില്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്നുമാണ്. അപ്പൊ ഡയറക്റ്റ് മെറ്റീരിയലുമുണ്ട്, പിന്നെ ഇൻഡയറക്റ്റ് മെറ്റീരിയലുമുണ്ട്. ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലിന് ഡയറക്റ്റ് മെറ്റീരിയൽ എന്നും, അങ്ങനെ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്നാണ്. അതുപോലെ തന്നെ ഈ മെറ്റീരിയൽ തന്നെ നമുക്ക് എന്താ സംഭവം എന്ന് പറയുന്നത്, പ്രൊഡക്ഷൻ അൺഇന്ററപ്റ്റ് ആവാൻ വേണ്ടി അല്ലെങ്കിൽ ഇന്ററപ്റ്റ് ആവാതിരിക്കാൻ വേണ്ടി ഈ സ്റ്റോറിൽ വളരെ കറക്റ്റായിട്ട് മെറ്റീരിയൽ നമ്മൾ കീപ്പ് ചെയ്യണം. മെറ്റീരിയൽ സമയാസമയങ്ങളിൽ റീപ്ലനിഷ് ചെയ്യണം, വാങ്ങിച്ചു വെക്കണം. അവിടെ തീരുന്നതനുസരിച്ച് മെറ്റീരിയൽ വാങ്ങിച്ചു വെക്കണം. അങ്ങനെ മെറ്റീരിയൽ വളരെ ലാഭകരമായിട്ട് എങ്ങനെ വാങ്ങാം, ഓപ്റ്റിമം കോസ്റ്റിൽ നമുക്ക് എങ്ങനെ വാങ്ങാം, അതിന്റെ ക്യാരിയിങ് കോസ്റ്റും മിനിമം ഓർഡറിംഗ് കോസ്റ്റും മിനിമമായി മാക്സിമം ക്വാണ്ടിറ്റി ലാഭത്തിൽ എങ്ങനെ വാങ്ങാം എന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന ടെക്നിക്കാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, EOQ എന്ന് പറയുന്നത്. അതാണ് ഓപ്റ്റിമം ലെവൽ എന്ന് പറയുന്നത്. ഓപ്റ്റിമം നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സംഭവമാണ്. എന്താ സംഭവം എന്ന് പറയുന്ന, മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ മിനിമം കോസ്റ്റിൽ വാങ്ങുന്ന സംവിധാനത്തെ വിളിക്കുന്ന പേരാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി.
അത് എത്ര ക്വാണ്ടിറ്റി വാങ്ങിച്ചാലാണ് നമുക്ക് ലാഭകരമെന്ന് അറിയാൻ വേണ്ടി നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. EOQ = 2AO / C എന്നാണ്. A എന്ന് പറഞ്ഞാൽ ആനുവൽ കൺസംഷൻ, O എന്ന് പറഞ്ഞാൽ ഓർഡറിംഗ് കോസ്റ്റ്, C എന്ന് പറഞ്ഞാൽ ക്യാരിയിങ് കോസ്റ്റ്. ഇതിന്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം? എത്ര യൂണിറ്റ് വാങ്ങിച്ചാലാണ് ലാഭകരം, എത്ര യൂണിറ്റ് വാങ്ങിച്ചാലാണ് ഓർഡറിംഗ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും മിനിമം ആവുന്നത്. അപ്പൊ അത് ചെയ്യുന്നതിന് നമ്മൾ വിളിക്കുന്ന പേര് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്നാണ്. ഇതാണ് നമ്മൾ മെറ്റീരിയലുമായി ബന്ധപ്പെട്ട് പറയുന്ന കേസ്. അപ്പൊ ഈ മെറ്റീരിയൽ സൂക്ഷിച്ചു വെച്ചേക്കുന്നത് സ്റ്റോറിലാണ്. അത് സൂക്ഷിക്കുന്ന ആള് സ്റ്റോർ കീപ്പറാണ്. അപ്പൊ മെറ്റീരിയൽ സൂക്ഷിച്ചു വയ്ക്കുന്ന സ്ഥലത്ത് വിളിക്കുന്ന പേര് എന്ന് പറയുന്നത് ഒരു ബിന്നാണ്. ആ ബിൻ അല്ലെങ്കിൽ റാക്കാണ്. അപ്പൊ ബിൻ അല്ലെങ്കിൽ റാക്കിനകത്താണ് മെറ്റീരിയൽ സൂക്ഷിച്ചു വെച്ചേക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഒരു കാർഡ് തൂക്കിയിടും, ഒരു സ്ലിപ്പ് അവിടെ തൂക്കിയിടും. ആ സ്ലിപ്പിനെ വിളിക്കുന്ന പേര് ബിൻ കാർഡ് എന്നാണ്. ആ ബിൻ കാർഡിൽ നമ്മൾ എത്ര ക്വാണ്ടിറ്റി മെറ്റീരിയൽ ഉണ്ടെന്ന് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കും. അങ്ങനെ ഒരു സ്റ്റോർ കീപ്പർ കീപ്പ് ചെയ്യുന്ന മെറ്റീരിയൽസിന്റെ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി, അതിന്റെ ക്വാണ്ടിറ്റി അറിയുന്നതിന് വേണ്ടിയിട്ട്, മറ്റ് ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് അവർ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർഡിനെ വിളിക്കുന്ന പേര് ബിൻ കാർഡ് എന്നാണ്. ഇത് സൂക്ഷിക്കുന്നത് സ്റ്റോർ കീപ്പറാണ്. എന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന സൂക്ഷിക്കുന്ന മെറ്റീരിയലുമായി ബന്ധപ്പെട്ട് അതിന്റെ കോസ്റ്റ് അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് അതിന്റെ ക്വാളിറ്റി, അതിന്റെ പ്രൈസ് ഒക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ അതിന്റെ പ്രൈസ്, അതിന്റെ ക്വാളിറ്റി, മറ്റു ഡീറ്റെയിൽസ്, ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സുകൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാർഡിനെ വിളിക്കുന്നത് സ്റ്റോഴ്സ് ലെഡ്ജർ എന്നാണ്. അപ്പൊ ഈ സ്റ്റോഴ്സ് ലെഡ്ജർ എന്ന് പറയുന്ന സംവിധാനം ഈ പറഞ്ഞിരിക്കുന്നത് സ്റ്റോർ കോസ്റ്റ് അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് സൂക്ഷിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റോർ കീപ്പർ സൂക്ഷിക്കുന്നത് ബിൻ കാർഡാണ്. കോസ്റ്റ് അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് സൂക്ഷിക്കുന്നതെന്ന് പറയുന്നത് എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റോഴ്സ് ലെഡ്ജറാണ്. അതാണ് അവിടെ സൂക്ഷിക്കുന്നത്. അപ്പൊ അത് മനസ്സിലായി നമുക്ക്. ഇനി നമ്മൾ നേരെ പോകുന്നത് ലേബറിലാണ്. എന്താണ് ലേബർ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു മെറ്റീരിയൽ കൺവേർട്ട് ചെയ്ത്, റാ മെറ്റീരിയൽ കൺവേർട്ട് ചെയ്ത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കാൻ വേണ്ടിയുള്ള എഫർട്ടിനെ വിളിക്കുന്ന ഹ്യൂമൻ എഫർട്ടാണ് ലേബർ. അത് ഈസിയായിട്ട് ഐഡന്റിഫൈ ചെയ്താൽ എന്താണ്? അതിനെ ഡയറക്റ്റ് ലേബർ എന്നും അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ലേബർ എന്നും വിളിക്കും. അപ്പൊ അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ഈ ലേബറിന് കൊടുക്കുന്ന വേജസ് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈം വേജ് കൊണ്ട് പീസ് റേറ്റും ഉണ്ട്. ടൈം വേജ് എന്ന് പറഞ്ഞാൽ അയാൾ എത്ര സമയമാണോ സ്പെൻഡ് ചെയ്യുന്ന, സമയം സ്പെൻഡ് ചെയ്യുന്നതനുസരിച്ച് റേറ്റുമായിട്ട് മൾട്ടിപ്ലൈ കൊടുക്കുന്നതാണ് ടൈം റേറ്റ് സിസ്റ്റം. എത്ര യൂണിറ്റ് ആണോ പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിറ്റ് ഔട്ട്പുട്ടിന് ആനുപാതികമായിട്ട് റേറ്റ് നിശ്ചയിച്ച് കൊടുക്കുന്നതിന് വിളിക്കുന്ന പേരാണ് ഈ പറഞ്ഞ പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് സിസ്റ്റത്തിലാണ് അവർ കൊടുക്കുന്നത്. ഇനി മൂന്നാമത്തെ കേസ് ഓവർഹെഡ് ആണ്. എന്താണ് ഓവർഹെഡ്? ഒരു പ്രോഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരേ ചെലവുകൾ വരും. ആ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെല്ലാം കൂടെ വിളിക്കുന്ന പേര് ഓവർഹെഡ് എന്നാണ്. അപ്പൊ ആ ഓവർഹെഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ പ്രോഡക്റ്റിലേക്ക് ഇങ്ങനെ ആട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്ന കേസാണ്. അപ്പൊ മൊത്തമുണ്ടാകുന്ന എക്സ്പെൻസ് ഓവർഹെഡ് എന്ന് പറയുന്നത് മൊത്തത്തിൽ നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അലോക്കേഷൻ എന്ന് വിളിക്കും. എന്നാൽ പല പല ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ ഇതിനെ അപ്പോർഷൻമെന്റ് എന്ന് വിളിക്കും. അപ്പൊ ഓവർഹെഡ് അലോക്കേഷൻ ഉണ്ട്, അപ്പോർഷനും ഉണ്ട്. ഇനി അതുപോലെ തന്നെ മെറ്റീരിയലിൽ ഒരുപാട് വേസ്റ്റേജ് ഉണ്ട്. നോർമൽ വേസ്റ്റും അബ്നോർമൽ വേസ്റ്റ് ഒക്കെ ഉണ്ട്. എന്താ നോർമൽ വേസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഏതെങ്കിലും പ്രിക്കോഷൻസ് എടുത്താൽ തടയാൻ പറ്റാത്ത ലോസിന് നോർമൽ ലോസ് എന്നും, പ്രിക്കോഷൻ എടുത്താൽ തടയാൻ പറ്റുന്നതിന് അബ്നോർമൽ ലോസ് എന്നും വിളിക്കും. അപ്പൊ അതുമൊക്കെ നമ്മൾ വ്യക്തമായി പഠിച്ചിട്ടുണ്ട്. അപ്പൊ കോസ്റ്റിംഗുമായി ബന്ധപ്പെട്ട് ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇതേ അനുപാതത്തിൽ തന്നെ കോസ്റ്റിംഗുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന ഒരു സംഭവമാണ് ഈ പറഞ്ഞിരിക്കുന്ന മൈനിങ് കമ്പനിയിൽ. മൈനിങ് കമ്പനിയിൽ ഉപയോഗിക്കുന്ന മൈനിങ് അക്കൗണ്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് അവിടെ ഉപയോഗിക്കാറുണ്ട്. കോസ്റ്റിംഗിന്റെ തുടർച്ചയാണെന്ന് പറയുന്നത്. അപ്പം ഈ മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ സ്റ്റേജിലും ഓരോ പ്രോഡക്റ്റും എന്തുമാത്രം കോസ്റ്റായി എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ നമ്മൾ കോസ്റ്റിന്റെ ഡിവിഷൻസ് നമുക്ക് അറിയണം. അപ്പൊ കോസ്റ്റ് നമ്മൾ പലതായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അവിടെ ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, സെമി വേരിയബിൾ കോസ്റ്റ്, അങ്ങനെയുള്ള ഒരുപാട് കോസ്റ്റുകൾ അവിടെ ഉണ്ട്. അപ്പൊ എന്താ ഫിക്സഡ് കോസ്റ്റ്? പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ആനുപാതികമായി ചേഞ്ച് ചെയ്യാത്ത കോസ്റ്റിനാ ഫിക്സഡ് കോസ്റ്റ് എന്നും, പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഔട്ട്പുട്ട് അനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന കോസ്റ്റിന് നമ്മൾ വേരിയബിൾ കോസ്റ്റ് എന്നും, അങ്ങനെ രണ്ടിന്റെയും സ്വഭാവം കാണിക്കുന്നതിന് സെമി വേരിയബിൾ കോസ്റ്റ് എന്നും വിളിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഈ കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്തതിനു ശേഷം നമ്മളൊരു കോസ്റ്റ് ബുക്ക് തയ്യാറാക്കാം. എന്താണ് കോസ്റ്റ് ബുക്ക്? അതിന്റെ മറ്റൊരു പേര് കോസ്റ്റ് ഷീറ്റ് എന്നാണ്. ഈ കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുമ്പോൾ സ്പ്ലിറ്റപ്പ് ആണ് കോസ്റ്റിന്റെ. ഓരോ സ്ഥലത്തും ഉണ്ടായിരിക്കുന്ന കോസ്റ്റുകളെല്ലാം കൂടെ കൂട്ടിയെടുത്ത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കും. ഒരു പ്രോഡക്റ്റിന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപ്പാദന ചെലവ് എത്രയെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് കോസ്റ്റ് ഷീറ്റ്. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുക? ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും കൂടെ ഒരുമിച്ച് കൂട്ടുമ്പോൾ പ്രൈം കോസ്റ്റ് കിട്ടും. ഫാക്ടറിയിൽ ഉണ്ടാകുന്ന എക്സ്പെൻസ് അതിനോടൊപ്പം കൂട്ടുമ്പോൾ നമുക്ക് വർക്ക് കോസ്റ്റ് കിട്ടും. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷനുള്ള എക്സ്പെൻസ് എല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. അതിന്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് കിട്ടുമ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. അതിന്റെ കൂടെ ചെറിയ പ്രോഫിറ്റ് കൂട്ടിയാൽ നമുക്ക് സെല്ലിംഗ് പ്രൈസ് കിട്ടും.
അങ്ങനെ കണ്ടുപിടിക്കുന്ന മെതേഡാണ്. അപ്പോൾ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്ന പരീക്ഷ ചോദിക്കും ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് ഓവർഹെഡ്. അതിന്റെ കൂടെ വർക്ക് കോസ്റ്റ് കൂട്ടി കഴിഞ്ഞാൽ ഫാക്ടറി കോസ്റ്റ് കിട്ടും. അതിന്റെ കൂടെ ഓഫീസർ അഡ്മിനിസ്ട്രേഷൻ കൂട്ടിയാൽ പിന്നെ പ്രൊഡക്ഷൻ കിട്ടും, അല്ലെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. അതിന്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിനകത്ത് നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. അതിന്റെ കൂടെ പ്രോഫിറ്റ് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? സെല്ലിംഗ് പ്രൈസ് കിട്ടും. ഇതാണ് മാനുഫാക്ചറിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ ഒരു കേസ്. അവിടെ തന്നെ നമുക്ക് എന്തുണ്ട്? കമ്പാരിസൺ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് പിന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ട്. ഇവിടെ കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റും ഫൈനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റും ഒരുപോലെ തന്നെ അക്കൗണ്ട് കീപ്പ് ചെയ്യുന്ന ഒരു മാനുഫാക്ചറിംഗ് കൺസേണിൽ. അപ്പോൾ അവിടെ സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങി ഉപയോഗിക്കുകയും ചെയ്യുന്ന സമയത്ത് ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യും, കോസ്റ്റ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യും. പക്ഷെ ഒരു പ്രശ്നം, ചില സാഹചര്യങ്ങളിൽ നമുക്ക് പ്യുവർലി ഫിനാൻഷ്യൽ ഐറ്റം ഉണ്ട്, പ്യുവർലി കോസ്റ്റ് ഐറ്റം ഉണ്ട്. പ്യുവർലി ഫിനാൻഷ്യൽ ഐറ്റം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എടുക്കും, പ്യുവർലി കോസ്റ്റ് ഐറ്റം കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ എടുക്കും. അപ്പോൾ രണ്ടിലും നമ്മൾ എടുക്കാൻ ചില പിന്നെ വിട്ടുപോവാം. ചിലപ്പോൾ നമ്മൾ കുറച്ചെടുക്കാം, കൂടുതലെടുക്കാം. അങ്ങനെ നമുക്ക് കോസ്റ്റിങ്ങിലെ പ്രോഫിറ്റും അതുപോലെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ പ്രോഫിറ്റും വ്യത്യാസം വരികയാണെങ്കിൽ അവിടെ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് എഴുതാനാണ് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ആ റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇത് തങ്ങളുടെ വ്യത്യാസങ്ങൾ ഏതാണോ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഐറ്റംസ് ആണോ അവിടെ വ്യത്യാസം വന്നിരിക്കുന്നത് അത് ഫൈൻഡ് ഔട്ട് ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് പ്യുവർലി ഐറ്റം എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഡിപ്രീസിയേഷൻ പ്യുവർലി ഫിനാൻഷ്യൽ ഐറ്റമാണ്. അങ്ങനെ ഫൈനാൻസുമായി ബന്ധപ്പെടുന്ന ഐറ്റം ഉണ്ട്, കോസ്റ്റുമായി ബന്ധപ്പെടുന്ന ഐറ്റം ഉണ്ട്. അപ്പോൾ പ്യുവർലി കോസ്റ്റും ഫൈനാൻസും ഐറ്റം അതാത് അക്കൗണ്ടിൽ എടുക്കാതെ വരുന്ന സാഹചര്യം അതാത് അക്കൗണ്ടിൽ എടുക്കുകയും മറ്റേ അക്കൗണ്ടിൽ എടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്തുണ്ടാവാം? വ്യത്യാസം ഉണ്ടാവാം. ആ വ്യത്യാസത്തിന്റെ കാരണം കണ്ടുപിടിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്ത് വിളിക്കാം? ഈ പറഞ്ഞേക്കുന്ന റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ അതാണ് നമുക്ക് അവസാനം വരുന്ന ഈ മാനുഫാക്ചറിംഗ് അക്കൗണ്ട് എന്നൊക്കെ പറയുന്ന ആ സംഭവം എന്ന് നമ്മൾ പറയുന്നു. ഇനി നമ്മൾ ഡബിൾ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. എന്താ ഡബിൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്? പബ്ലിക് യൂട്ടിലിറ്റി കൺസേൺസ് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിംഗ് സിസ്റ്റത്തെ വിളിക്കുന്ന പേര് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്നാണ്. അതിൽ വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ അതിനകത്ത് ഓബ്ജക്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ രണ്ട് തരം ബാലൻസ് ഷീറ്റ് ഉണ്ട്. അവിടെ ജനറൽ ബാലൻസ് ഷീറ്റിനെ രണ്ടായിട്ട് തിരിക്കുന്നു, ക്യാപിറ്റൽ അക്കൗണ്ടും ജനറൽ ബാലൻസ് ഷീറ്റ് എന്നും തിരിക്കുന്നു. ഇവിടെ അസറ്റുകളെല്ലാം അതിന്റെ വാല്യൂ കാണിക്കുന്നതെല്ലാം ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്, ബാലൻസ് ഷീറ്റിലല്ല. അപ്പോൾ ഇലക്ട്രിസിറ്റി കമ്പനി, വാട്ടർ സപ്ലൈ കമ്പനി, അതുപോലെ കോൾ ഗ്യാസ് കമ്പനി, അതൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിംഗ് സിസ്റ്റം ഈ ഡബിൾ അക്കൗണ്ട് സിസ്റ്റമാണ്. അത് ട്രേഡിംഗ് കൺസേണിലെ പബ്ലിക് യൂട്ടിലിറ്റി കൺസേൺ ആണ്. ജനറൽ യൂട്ടിലിറ്റി കൺസേൺസ് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട്സുകളാണ് ഈ പറഞ്ഞിരിക്കുന്ന ആ അക്കൗണ്ട്സ് ഡബിൾ അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയും നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു കേസ്. അതുകൂടാതെ പിന്നെ നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. അതിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്താണ്, ചെക്ക് എന്താണ്, അതുപോലെ തന്നെ നമ്മൾ പ്രോമിസറി നോട്ട് എന്താണ്, അതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബില്ലുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ട്രേഡിങ്ങിനകത്ത് ഉണ്ടാകുന്ന ഒരു പിന്നെ മീഡിയേറ്ററാണ്. കുണ്ടീസ് എന്ന് പറഞ്ഞാൽ വെർണാക്കുലർ ലാംഗ്വേജിൽ എഴുതുന്നതാണ്. ആ ചെക്ക് എന്ന് പറഞ്ഞാൽ ബാങ്കിന് വേണ്ടി എഴുതുന്ന ബിൽ ഓഫ് എക്സ്ചേഞ്ചുകളാണ്. പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അതും ഒരു മീഡിയേറ്ററാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ബിൽ ഓഫ് എക്സ്ചേഞ്ചും ചെക്കും അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഒക്കെ ഞാൻ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881 ആണ്. അത് നിലവിൽ വന്ന 1 മാർച്ച് 1882 ആണ്. നെഗോഷ്യബിലിറ്റി എന്ന് പറയുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ 13 ആണ്. അതുപോലെ തന്നെ ആ എൻഡോഴ്സ്മെന്റുമായി ബന്ധപ്പെട്ടത് സെക്ഷൻ 15 ആണ്. അപ്പോൾ എൻഡോഴ്സ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ടാണ് നമ്മൾ ഒരു പരീക്ഷ വരുന്നത് 30 മാർക്ക്. അവർ ഓരോ ചാപ്റ്ററിൽ നിന്നും ഇങ്ങനെ 3 മാർക്ക് എന്ന് പറയുന്നെങ്കിൽ പോലും ടോട്ടലി 30 മാർക്കാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. അവരവസാനം അത് പറഞ്ഞിട്ടുണ്ട്, നമ്മളിങ്ങനെയൊക്കെയാണ് സിലബസ് തരുന്നതെങ്കിൽ എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ എല്ലാ ചാപ്റ്ററിൽ നിന്നും 3 മാർക്ക് ചോദിക്കുമ്പോൾ നിർബന്ധമൊന്നുമില്ല. പക്ഷേ എവിടെ നിന്ന് വേണമെങ്കിലും അവർക്ക് ചോദിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററെല്ലാം കൂടെ ഒരു ഓവറോൾ ആയിട്ടൊരു നല്ല ക്ലാസ് നിങ്ങൾക്ക് എടുത്തേക്കുന്നതിന്റെ കാര്യം അതാണ്. അല്ല ക്വസ്റ്റ്യൻ ആൻസർ എടുത്താൽ നിങ്ങൾക്ക് തീർച്ചയായും അതിനകത്ത്